Good morning. Okay. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ബ്ലഡ് ബാങ്ക് എന്ന് പറഞ്ഞ ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കിയില്ലായിരുന്നോ? കഴിഞ്ഞ ക്ലാസ്സിൽ ഫിനിഷ് ചെയ്തല്ലേ? അല്ലേ? ബ്ലഡ് ബാങ്ക് കംപ്ലീറ്റ് ചെയ്തില്ലായിരുന്നോ? ഓക്കെ. ഈ നെക്സ്റ്റ് നമ്മള് സെക്കൻഡ് മൊഡ്യൂളിലെ ആരും റിപ്ലൈ ചെയ്യാത്തെ? ബ്ലഡ് ബാങ്ക് കംപ്ലീറ്റ് ചെയ്തില്ലായിരുന്നോ കഴിഞ്ഞ ക്ലാസ്സില്? കേൾക്കുന്നില്ലേ ഞാൻ പറയുന്നത്? നിങ്ങള് ചെയ്തു. യെസ്, ഓക്കെ ഓക്കെ. നെക്സ്റ്റ് നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിലെ 7ാമത്തെ ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യുന്നത്, ഡയറ്ററി സർവീസ്. ഡയറ്ററി സർവീസസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചാപ്റ്റർ ആണ്. എന്താണ് ഡയറ്ററി എന്ന് പറയുന്നത്? ഡയറ്ററി ഭക്ഷണക്രമമാണ്. നമുക്കറിയാം, നിങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് എന്താ പറയാ, അവിടെ നമുക്ക് ഭക്ഷണങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അല്ലെ? ഇപ്പൊ ഹോസ്പിറ്റലിൽ നമ്മൾ വിസിറ്റേഴ്സിനായിക്കോട്ടെ അല്ലെങ്കിൽ അവിടെ അഡ്മിറ്റ് ചെയ്യാവുന്ന പേഷ്യൻസിനൊക്കെ അവർക്കിടെ ഏതാണ് രോഗം അല്ലെ, അതൊക്കെ അതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് അതിനായിട്ടുള്ള ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സപ്പോർട്ടീവ് സർവീസ് ആണ് ഈ ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത്. നിങ്ങൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ കണ്ടിട്ടില്ലേ ഹോസ്പിറ്റലിന്റെ ക്യാൻറ്റീൻ സർവീസുകൾ അല്ലെ? ഹോസ്പിറ്റലിലെ ഡയറ്ററി ഫുഡ് ഇതൊക്കെ തരുന്നത്. എന്താണ് ഡയറ്ററി എന്ന് പറഞ്ഞാൽ? ഡയറ്ററി സർവീസ് പ്രൊവൈഡ് സ്പെഷ്യൽ മീൽ പ്ലാനിംഗ് ആൻഡ് ഫുഡ് for people based on their health needs, and they also offer nutritional counseling. എന്താണ് ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത്? is a dietary service provide a specialized meal planning. ഇങ്ങനെ അവര് മീൽ പ്ലാനിങ് ഭക്ഷണക്രമം തയ്യാറാക്കുകയാണ് അല്ലെ? ആൻഡ് ഫുഡ്, അതുപോലെ തന്നെ ഫുഡ് ഭക്ഷണമൊക്കെ അതിന് ഭക്ഷണക്രമം തയ്യാറാക്കുന്നു. ആർക്ക്? ഫോർ പീപ്പിൾ. ആർക്ക് വേണ്ടിയിട്ട്? ആളുകൾക്ക് വേണ്ടിയിട്ട്, അതായത് പേഷ്യൻസിന് വേണ്ടിയിട്ട്, ഹോസ്പിറ്റലിൽ വരുന്ന വിസിറ്റേഴ്സിന് പേഷ്യൻസിനൊക്കെ വേണ്ടിയിട്ട്. അവിടെ എന്താണ് ഒരു കാര്യം നമ്മൾ പറയുന്നത്? ഓൺ ദയർ ഹെൽത്ത് നീഡ്സ്, അവർക്കുടെ ആരോഗ്യപരമായിട്ടുള്ള ആവശ്യങ്ങൾ കണക്കിലെടുത്ത് അല്ലെ? അഡ്മിറ്റ് ചില ഹോസ്പിറ്റലുകളിൽ അറിയാം, അവിടെ പേഷ്യൻസിന് ഫുഡ് തരുന്നത് അവർക്ക് എന്ത് രോഗമാണോ അതിനെ ബേസ് ചെയ്തിട്ടാണ്. ഫോർ എക്സാമ്പിൾ ഡയബറ്റിക് പേഷ്യന്റ് ആണ്, അപ്പൊ അവർക്ക് എന്ന് പറഞ്ഞാൽ ഷുഗർ കണ്ടന്റ് കൂടുതലുള്ള ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പാടില്ല അല്ലെ? അപ്പൊ അവർക്ക് എന്താ, അവരുടെ രോഗം എന്താണ് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അവർക്കുടെ ആ പേഷ്യൻസിന്റെ ഹെൽത്ത് നീഡ്സ്, ആരോഗ്യകരമായിട്ടുള്ള ആവശ്യകതകളെ മുൻനിർത്തി അല്ലെ അതിനെ ബേസ് ചെയ്തിട്ട് അവിടെയുള്ള പേഷ്യൻസിന് വിസിറ്റേഴ്സിനൊക്കെ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സപ്പോർട്ടീവ് സർവീസ് ആണ് ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത്. ഭക്ഷണക്രമം, അതാണ് ഡയറ്ററി എന്ന് പറയുന്നത് കേട്ടോ, ഭക്ഷണക്രമം. ഇനി നമുക്ക് ഇൻട്രൊഡക്ഷൻ നോക്കാം. ഹോസ്പിറ്റൽ ഡയറ്ററി സർവീസ് ഈസ് എ സർവീസ് ദാറ്റ് മീറ്റ്സ് ദ നീഡ്സ് ഓഫ് പേഷ്യന്റ് കമ്മിങ് ഫ്രം ഔട്ട്സൈഡ് regarding the diet recommendation. അങ്ങനെയാണോ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒന്ന് നോക്കിയേ? outside regarding the diet recommendation അല്ല, അങ്ങനെയല്ല. അതൊന്നും കറക്റ്റ് ചെയ്തോ കേട്ടോ, സെന്റൻസ് ഒന്ന് കറക്റ്റ് ചെയ്യാം. ഹോസ്പിറ്റൽ ഡയറ്ററി സർവീസ് ഈസ് എ സർവീസ് ദാറ്റ് മീറ്റ്സ് ദ നീഡ്സ് ഓഫ് പേഷ്യന്റ് കമ്മിങ് ഫ്രം ഔട്ട്സൈഡ്. എന്നിട്ട് ഒറ്റ സെന്റൻസ് അവിടെ എഴുതാം, റിഗാർഡിംഗ് ഡയറ്റ്, ഡയറ്റ് സംബന്ധിച്ച്, റിഗാർഡിംഗ് REGARDING, റിഗാർഡിംഗ് ഡയറ്റ് റെക്കമെൻഡേഷൻ. ബാക്കി അവിടെ ഉണ്ട്. ഇൻ പേഷ്യന്റ് ഗിവൺ ന്യൂട്രീഷൻ എന്നുള്ളത് ആ സെന്റൻസ് പതുക്കെ വെട്ടിയിട്ട് അതിന്റെ മുകളിൽ എഴുതാം റിഗാർഡിംഗ് ഡയറ്റ് എന്ന് എഴുതാം കേട്ടോ. റിഗാർഡിംഗ് ഡയറ്റ് റെക്കമെൻഡേഷൻ ആൻഡ് ഫുഡ് കൗൺസിലിംഗ് based on their needs while taking their kind. ആ ഡിസീസ് അവിടെ നിന്ന് വെട്ടിക്കോട്ടോ. taking their kind and nature of disease. Clear ആയോ സെന്റൻസ്? taking their kind and nature of disease അവിടെ കൊടുത്താൽ മതി. ക്ലിയർ ആണോ?
സെന്റൻസ് ഒന്നുകൂടി ഞാൻ വായിക്കാം, ഒന്ന് കറക്റ്റ് ചെയ്യുക കേട്ടോ. ഹോസ്പിറ്റൽ ഡയറ്ററി സർവീസ് ഈസ് എ സർവീസ് ദാറ്റ് മീറ്റ്സ് the needs of patient coming from outside regarding diet recommendation and food counseling based on their needs while taking their kind and nature of disease. Okay, അപ്പൊ എന്താണ് ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത്? അവിടെ എന്താണ്? ദാറ്റ് മീൻസ് ദ നീഡ്സ് ഓഫ് പേഷ്യന്റ് കമ്മിങ് ഫ്രം ഔട്ട്സൈഡ്. അതായത് നമ്മൾ പുറത്തുനിന്ന് വരുന്ന വിസിറ്റേഴ്സ് അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസ് അല്ലെ, അവർക്കിടെ എന്താണ് ആവശ്യകതകൾ പാലിക്കുന്നു. എന്താവശ്യകതകള്? ഫുഡിനെ സംബന്ധിക്കുന്ന അല്ലെ, അവർക്കിടെ ആ രോഗം വെച്ചിട്ട് ഏത് തരത്തിലുള്ള ഫുഡാണ്, അവർക്കുടെ നീഡ്സ് എന്താണ് അത് പാലിക്കുന്നത്. എങ്ങനെ? റിഗാർഡിംഗ് ഡയറ്റ് റെക്കമെൻഡേഷൻ ആൻഡ് ഫുഡ് കൗൺസിലിംഗ്. എങ്ങനെയാ? റൈറ്റ് റെക്കമെൻഡേഷൻ അനുസരിച്ച്, അതായത് ഒരു ഡയറ്റീഷ്യന്റെ ഒക്കെ റെക്കമെൻഡേഷൻ അനുസരിച്ച് അല്ലെങ്കിൽ ഫുഡ് കൗൺസിലിംഗിനെ ഒക്കെ ബേസ് ചെയ്തിട്ട് ആ പേഷ്യൻസിന്റെ ആവശ്യകതകൾ പാലിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ്. അവിടെ എന്താ ചെയ്യുന്നതെന്നൊക്കെ ബേസ്ഡ് ഓൺ ദെയർ നീഡ്സ് while taking their kind. തരം, ഏത് തരം രോഗമാണ്, taking their kind and nature, സ്വഭാവം, ആ രോഗത്തിന്റെ സ്വഭാവം എന്താണ്, അത് നേച്ചർ ഓഫ് ഡിസീസ്. മനസ്സിലായോ? ആ രോഗത്തിന്റെ ഏത് രോഗമാണ്, അതിന്റെ സ്വഭാവം എന്താണ്, അതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് ഒരു ഡയറ്റ് റെക്കമെൻഡേഷൻ അനുസരിച്ച് അല്ലെങ്കിൽ ഫുഡ് കൗൺസിലിങ്ങിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പേഷ്യൻസിന്റെ ആവശ്യകതകൾ പാലിക്കുന്ന ഹോസ്പിറ്റലിലെ ഒരു സപ്പോർട്ട് സർവീസ് ആണ് ഹോസ്പിറ്റൽ ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത്. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തു. ഒറ്റ സെന്റൻസ് ആയിട്ടാണ് എങ്കിൽ പോലും അതൊന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. ഫുഡ് ആൻഡ് ഡ്രിങ്ക് ടു ദ പേഷ്യന്റ് അങ്ങനെ കൊടുത്താലും ഡയറ്ററി സർവീസ് ആണ്. ഡയറ്ററി സർവീസ് പ്രൊവൈഡിങ് ഫുഡ് ആൻഡ് ഡ്രിങ്ക് ടു ദ പേഷ്യന്റ് അക്കോർഡിംഗ് ടു ആൻ ഓർഡർ. അവർക്കുടെ നീഡ്സ് അനുസരിച്ച് പേഷ്യൻസിന് ഫുഡ് ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സപ്പോർട്ടീവ് സർവീസ് ആണ് ഹോസ്പിറ്റൽ ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് പാരഗ്രാഫ് ക്ലിയർ ആണോ? അവിടെ നമ്മൾ എന്താ നോക്കുന്നേ? എന്ത് തരം രോഗമാണ്, അതിന്റെ സ്വഭാവം എന്താണ്, അതിനെയൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് ഒരു പ്രോപ്പർ ആയിട്ടുള്ള റൈറ്റ് ഒരു ഡയറ്റ് റെക്കമെൻഡേഷനെ ബേസ് ചെയ്ത് ഫുഡ് കൗൺസിലിങ്ങിനെ ബേസ് ചെയ്തിട്ട് ആ പേഷ്യൻസിന്റെ ആവശ്യകതകൾ, അതായത് ഫുഡ് ആവശ്യകത, ഏതൊക്കെ ഫുഡ് ആയിരിക്കണം അവരുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടത് അല്ലെ, ഓരോരുത്തരുടെ ആവശ്യകതകൾ പാലിക്കുന്ന രീതിയിലുള്ള ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സപ്പോർട്ടീവ് സർവീസ് ആണ് ഹോസ്പിറ്റൽ ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത്. അതായത് ചില രോഗങ്ങൾക്ക് നമ്മൾ മെഡിസിൻ മാത്രം കഴിച്ചാൽ പോരാ അല്ലെ, മെഡിസിന്റെ ഒപ്പം തന്നെ എന്തുകൂടി വേണം, ആ ഫുഡും കൂടി കൺട്രോൾ ചെയ്യണം. ഇപ്പൊ നമ്മളൊരു ഡയബറ്റിക് പേഷ്യന്റ് ആണ്, അവര് ചെന്ന് നമ്മള് ഡയബറ്റിക്സ് കുറയുന്നതിന് വേണ്ടിയിട്ട് പ്രമേഹം നിയന്ത്രിക്കുന്ന മരുന്ന് കഴിച്ചാൽ മാത്രം പോരാ, പക്ഷെ അവർക്ക് കൊടുക്കുന്ന ഫുഡിലും ഒരു കൺട്രോൾ വേണ്ടേ അല്ലെ. കുറേ ഷുഗർ റിച്ച് ഉള്ള ഫുഡ് കൊടുത്തുകൊണ്ട് മരുന്ന് കൊടുക്കണമെങ്കിൽ കാര്യമില്ല. അപ്പൊ എന്താണ്, ആ മെഡിസിന്റെ ഒപ്പം തന്നെ ഫുഡും കൂടി കൺട്രോൾ ചെയ്യും. ഓക്കെ, അതാണ് ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? Dietary service provide meal planning and food for people based on their health needs. Okay, clear ആണോ? ഞാൻ ഷോർട്ട് ചെയ്ത് പറഞ്ഞാൽ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം അവിടെ. Dietary service provide specialized meal planning. ഭക്ഷണക്രമം തയ്യാറാക്കാണ്. Specialized meal planning and food. Meal planning and food for people based on their health needs. ആരോഗ്യ ആവശ്യകതകള് അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ഫുഡ് അല്ലെങ്കിൽ ഭക്ഷണക്രമം തയ്യാറാക്കുന്ന അത് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സർവീസ് ആണ് ഡയറ്ററി സർവീസ്. ഇനി നോക്കിയേ, ഇറ്റ് ഈസ് ദ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ഹോസ്പിറ്റൽ സപ്പോർട്ടീവ് സർവീസ്. ഹോസ്പിറ്റലിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടീവ് സർവീസ് ആണ്. ഇത് എന്താ ചെയ്യുക? അസിസ്റ്റിംഗ് ഇൻ ദ റീസ്റ്റോറേഷൻ ഓഫ് ഹെൽത്ത്. എന്തിനു സഹായിക്കുന്നു? ആരോഗ്യം വീണ്ടെടുക്കാൻ സഹായിക്കുന്നു. ഏതാണോ ഡയറ്ററി സർവീസ് എന്നുള്ളത് ആ ഡെഫിനിഷൻ ആണോ?
ഡെഫിനിഷൻ ആയിട്ട് ചോദിക്കൂല, നിങ്ങൾ ജസ്റ്റ് അത് തന്നു കഴിഞ്ഞാലെങ്കിലും ഏത് സർവീസ് ആണ് എന്ന് അങ്ങനെ ഫില്ല് ബ്ലാങ്ക്സ് ആയിട്ട് ചോദിക്കുള്ളൂ കേട്ടോ. ഡയറ്ററി സർവീസ് പ്രൊവൈഡ് സ്പെഷ്യലൈസ്ഡ് meal planning, specialized meal planning and food. Provide specialized meal planning and food for people based on their health needs. Based on the health needs. ഇനി രണ്ടാമത്തെ സെന്റൻസ് പാരഗ്രാഫ് നോക്കിയേ. ഇറ്റ് ഈസ് ദ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ഹോസ്പിറ്റൽ സപ്പോർട്ടീവ് സർവീസ്. ഇത് ഹോസ്പിറ്റലിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള അല്ലെ, അത് വളരെയധികം പ്രധാനമുള്ള ഒരു സപ്പോർട്ടീവ് സർവീസ് ആണ്. അത് എന്തിനു സഹായിക്കുന്നു? അസിസ്റ്റിംഗ്, ഹെൽപ്പ് ചെയ്യുന്നു. എന്തിനാ? ഇൻ ദ റീസ്റ്റോറേഷൻ ഓഫ് ഹെൽത്ത്, നമ്മുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ സഹായിക്കുന്നു. നമ്മുടെ ഹെൽത്ത് വീണ്ടെടുക്കാൻ, റീസ്റ്റോറേഷൻ പറഞ്ഞാൽ വീണ്ടെടുക്കുക, ആരോഗ്യം വീണ്ടെടുക്കാനായിട്ട് സഹായിക്കുന്നു. ത്രൂ ഡയറ്റ്സ്, ഇതിൽ കൂടെ ഡയറ്റിൽ കൂടെ അല്ലെ, ഭക്ഷണ നിയന്ത്രണത്തിലൂടെ നമ്മുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ സഹായിക്കുന്നു. ക്രിയേറ്റഡ് യൂസിങ് സയൻസ് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റിൽ കൂടെ എന്ത് ചെയ്യുന്നു? ആരോഗ്യം വീണ്ടെടുക്കാൻ സഹായിക്കുന്ന, ഹെൽപ്പ് ചെയ്യുന്ന ഒരു സപ്പോർട്ടീവ് സർവീസ് ആണ്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ? വെറുതെ ഫുഡ്, നമ്മളിപ്പോ ഹോട്ടലിൽ ചെന്ന് ഫുഡ് കഴിക്കുന്ന പോലെയല്ല അവിടെ അല്ലെ, വെറുതെ ഫുഡ് കൊടുക്കുകയല്ല. എന്താണ് അവിടെ അവർ നോക്കുന്നത്? അതായത് ആ പേഷ്യന്റിന്റെ ഹെൽത്ത് കണ്ടീഷൻസ് എങ്ങനെയാണ്, ഇനി അവർക്ക് ഏതൊക്കെ ഫുഡാണ് വേണ്ടത്, അതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? അവിടെ ആരോഗ്യം വീണ്ടെടുക്കാൻ സഹായിക്കുന്ന ഒരു സപ്പോർട്ടീവ് സർവീസ് ആണ് അല്ലെ. ഏത് ന്യൂട്രിയൻസ് ആണ് അല്ലെങ്കിൽ ഏത് ഫുഡാണ് അവർക്ക് കൂടുതൽ വേണ്ടത്, അവരുടെ ആരോഗ്യം അല്ലെങ്കിൽ അവർക്ക് ഇമ്മ്യൂണിറ്റി കിട്ടാൻ, അല്ലെങ്കിൽ അവരുടെ രോഗം മാറാൻ ഏത് തരത്തിലുള്ള ഫുഡാണ്, അവരുടെ രോഗമൊക്കെ നോക്കി അതിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? ഫുഡ് പ്രൊവൈഡ് ചെയ്യാണ്. അതാണ് നമ്മുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ സഹായിക്കുന്ന ഒരു സപ്പോർട്ടീവ് സർവീസ് ആണ്. ഇത് നോക്കിയേ, എഡ്യൂക്കേറ്റിംഗ് ദ പേഷ്യൻസ് ഹു ആർ റിസീവിംഗ് ട്രീറ്റ്മെന്റ് അറ്റ് ദ ഹോസ്പിറ്റൽ. എന്ത് ചെയ്യുന്നു? എഡ്യൂക്കേറ്റിംഗ് ദ പേഷ്യൻസിനെ എഡ്യൂക്കേറ്റഡ് ആക്കുന്നു. അതായത് അവർക്ക് വേണ്ട ഒരു അറിവ് പകർന്നു കൊടുക്കുന്നു. അവർക്ക് who are receiving treatment at the hospital regarding the use and the benefits of various food and healthy diet. Okay, എന്താണ്? ആളുകൾക്ക് ആ ഹോസ്പിറ്റലിലെ പേഷ്യൻസിന് എന്താക്കുന്നു? റിസീവിംഗ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നുണ്ട്. ആ ഹോസ്പിറ്റലില് ട്രീറ്റ്മെന്റ് സ്വീകരിക്കുന്ന പേഷ്യൻസിന് നമ്മുടെ ഹോസ്പിറ്റലിലെ എന്താണ് ആ ട്രീറ്റ്മെന്റ് സ്വീകരിക്കുന്ന പേഷ്യൻസ് അവരെ എന്ത് ചെയ്യുന്നു? ഈ ഡയറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഭക്ഷണ രീതികളെ കുറിച്ചൊക്കെ അവർക്ക് വേണ്ട എഡ്യൂക്കേഷൻ കൊടുക്കുന്നു. കണ്ടോ? റിഗാർഡിംഗ് ദ യൂസ് ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് വേരിയസ് ഫുഡ്. കണ്ടോ? ഇതിനെ സംബന്ധിക്കുന്ന പല ഫുഡിന്റെ യൂസ്, അതിന്റെ ബെനിഫിറ്റ്സ്, ആ ഭക്ഷണം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ഗുണങ്ങളാണ് നമുക്കുള്ളത് അല്ലെ, അങ്ങനെ അവരെ എഡ്യൂക്കേറ്റ് ആക്കുന്നു. ആൻഡ് ഹെൽത്തി ഡയറ്റ്, ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു നമ്മുടെ സമ്പൂർണ്ണ ആയിട്ടുള്ള ഒരു ആരോഗ്യകരമായിട്ടുള്ള ഒരു ഭക്ഷണക്രമം, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, നമ്മൾ അങ്ങനെയുള്ള ഫുഡുകൾ കഴിക്കുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്താണ്, അതിനെ കുറിച്ചൊക്കെ എന്ത് ചെയ്യുന്നു? പേഷ്യൻസിനെ എഡ്യൂക്കേറ്റഡ് ആക്കുന്നു അല്ലെ. അവർക്ക് വേണ്ട അറിവ്, ഒരു കൗൺസിലിംഗ് പോലെ അവർക്ക് വേണ്ട അറിവ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? ഈ ഡയറ്ററി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവിടെ ഒന്ന് നോക്കിയേ. contains, ഇനി healthy diet എന്ന് പറഞ്ഞ എന്താ? contains adequate amount of all necessary nutrients required for healthy growth and activity. നമ്മുടെ ആരോഗ്യകരമായിട്ടുള്ള വളർച്ചയ്ക്ക്, നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ഒക്കെ ആവശ്യമായിട്ടുള്ള അത്യാവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ്, എല്ലാ ന്യൂട്രിയൻസും ആഡിക്വേറ്റ്, വളരെ കൃത്യമായിട്ടുള്ള അളവില് അടങ്ങിയിട്ടുള്ള ഫുഡ്, അതാണ് ഹെൽത്തി ഡയറ്റ് എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തിട്ടോ sentence. Healthy diet contain adequate amounts of all necessary nutrients. എല്ലാ അത്യാവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ്, ഒരെണ്ണം മാത്രം പോരാ, നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ അത്യാവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസും കറക്റ്റ് അളവില് അല്ലേ അടങ്ങിയിട്ടുള്ള ഒരു ഫുഡ്, അതാണ് ഹെൽത്തി ഡയറ്റ് എന്ന് പറയുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഗുഡ് ഫോർ ഹെൽത്തി ഗ്രോത്ത് ആൻഡ് ആക്ടിവിറ്റീസ്. ആരോഗ്യകരമായിട്ടുള്ള വളർച്ചയ്ക്ക്, പ്രവർത്തനങ്ങൾക്ക് ഒക്കെ ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് കറക്റ്റ് അളവിൽ അടങ്ങിയിട്ടുള്ള ഫുഡാണ് ഏത്? ഹെൽത്തി ഡയറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അണ്ടർലൈൻ ചെയ്തോ ആ സെന്റൻസ്?
ഓക്കെ, ഓക്കെ ആണോ? ഇത് തമ്മിട്ട് ആരെങ്കിലും ഒക്കെ ഓക്കെ ആണോ? ക്ലിയർ ആണോ? എന്താണ് ഹെൽത്തി ഡയറ്റ് എന്നുള്ളത്? എന്ത് പറ്റി? റിപ്ലൈ വന്നില്ലല്ലോ അവിടെ. ആ യെസ്, ഓക്കെ. സാറ്റർഡേ സൺഡേയിലൊക്കെ ക്ഷീണാണോ? മൺഡേ വന്നിട്ട് ആണോ? Okay, a nutritious diet is one that promote or maintain good health. ഒരു ന്യൂട്രീഷ്യസ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നതിനോ, പ്രൊമോട്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താ? പ്രോത്സാഹിപ്പിക്കുക. നല്ല ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ നിലനിർത്തുന്നതിനോ, മെയിൻറ്റെയിൻ ഗുഡ് ഹെൽത്ത്, അതാണ് ന്യൂട്രീഷ്യസ് ഡയറ്റ് എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തോട്ടോ. A nutritious diet is one that promote or maintain good health. നല്ല ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നതോ അല്ലെങ്കിൽ നിലനിർത്തുന്നതോ ആയിട്ടുള്ള ഒന്നാണ് ഒരു ന്യൂട്രീഷ്യസ് ഡയറ്റ് എന്ന് പറയുന്നത്. One that promote or maintain good health. ക്ലിയർ ആയോ അത്രയും കാര്യങ്ങള്? അപ്പൊ ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മള് ആ പേഷ്യൻസിന്റെ രോഗം, അതിന്റെ സ്വഭാവം, ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റ് റെക്കമെൻഡേഷൻ അനുസരിച്ച് അല്ലെങ്കിൽ ഫുഡ് കൗൺസിലിങ്ങിനെ ബേസ് ചെയ്തിട്ട് ആ പേഷ്യൻസിന്റെ ആവശ്യകതകളെ പാലിക്കുന്ന രീതിയിലുള്ള ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നത് സപ്പോർട്ടീവ് സർവീസ് ആണ് ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത്. ഇത് ഹോസ്പിറ്റലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ടീവ് സർവീസ് ആണ്. എന്തിനു സഹായിക്കുന്നു? നമ്മുടെ ഹെൽത്ത് വീണ്ടെടുക്കാൻ, ആരോഗ്യം വീണ്ടെടുക്കാൻ സഹായിക്കുന്ന ഒരു സപ്പോർട്ടീവ് സർവീസ് ആണ്. പിന്നെ എന്ത് ചെയ്യുന്നു? പേഷ്യൻസിനെ എഡ്യൂക്കേറ്റഡ് ആക്കുന്നു. ആ പേഷ്യന്റ് ഹോസ്പിറ്റലില് ട്രീറ്റ്മെന്റ് റിസീവ് ചെയ്യുന്ന അല്ലെ, അല്ലെങ്കിൽ അവിടുത്തെ പേഷ്യൻസിനെ എന്ത് ചെയ്യുന്നു? ഈ ഡയറ്റ്, നമ്മള് ഈ നല്ല ഒരു ഡയറ്റ് പ്ലാനിങ്ങിനെ കുറിച്ച് അല്ലെ, റിഗാർഡിംഗ് ദ യൂസ് ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് വേരിയസ് ഫുഡ്, പല ഫുഡിന്റെ യൂസ്, അതിന്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണ്, അതിനെ കുറിച്ചൊക്കെ ആ പേഷ്യൻസിനെ എന്ത് ചെയ്യുന്നു? എഡ്യൂക്കേറ്റഡ് ആക്കുന്നു. ഇനി ഹെൽത്തി ഡയറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഹെൽത്തി ഗ്രോത്ത് ആക്ടിവിറ്റിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസിനും കറക്റ്റ് അളവില് അല്ലെ, അഡിക്വേറ്റ് എമൗണ്ട് എല്ലാം അടങ്ങിയിട്ടുള്ള ഫുഡാണ് ഹെൽത്തി ഡയറ്റ് എന്ന് പറയുന്നത്. ഇനി നോക്കിയ ന്യൂട്രീഷ്യസ് ഡയറ്റ് എന്ത് ചെയ്യുന്നു? ഈസ് വൺ ദാറ്റ് പ്രൊമോട്ട് ഓർ മെയിൻറ്റെയിൻ ഗുഡ് ഹെൽത്ത്. നല്ല ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ നിലനിർത്തുന്നതോ ആയ ഒന്നാണ് ന്യൂട്രീഷ്യസ് ഡയറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലേ? രണ്ട് പാരഗ്രാഫ് ഓക്കെ അല്ലേ? ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഈ ഡയറ്ററി സർവീസിന്റെ ഒബ്ജക്റ്റീവ്? ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഇനി എന്തൊക്കെയാ അവർ ചെയ്യുന്നത് നോക്കി. അതിന്റെ ലക്ഷ്യം എന്താണ്? ടു പ്രൊവൈഡ് ന്യൂട്രീഷ്യസ്. ന്യൂട്രീഷ്യസ് എന്ന് പറഞ്ഞാൽ ഒരു പോഷകാഹാരപ്രദമായിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും ഉള്ള ന്യൂട്രീഷ്യസ്, ഡിലീഷ്യസ്. ഡിലീഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ചിലയിടത്ത് ഫുഡ് നമ്മൾ പാർട്ടിക്കോ അതിനൊക്കെ പോയിട്ട് നമ്മൾ ഫുഡ് എങ്ങനെയുണ്ടാവും? നല്ല ഡിലീഷ്യസ് ആയിരുന്നു. എന്താണ് ഡിലീഷ്യസ് എന്ന് പറഞ്ഞാൽ? എന്താണ് മീനിങ്? എന്താ? രുചികരമായിട്ടുള്ള ഹെൽത്തി മീൽ, ആരോഗ്യകരമായിട്ടുള്ള മീല്, ഹെൽത്തി ആരോഗ്യപ്രദമായിട്ടുള്ള. അപ്പൊ എന്തൊക്കെയാ? പോഷകാഹാരപ്രദമായിട്ടുള്ള, രുചികരമായിട്ടുള്ള, ആരോഗ്യപ്രദമായിട്ടുള്ള മീല് അല്ലെ, ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്ന പ്രൊവൈഡ് ചെയ്യുക. അതാണ് ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ബൈ റിറ്റെയിനിങ് എ ഹൈ സ്റ്റാൻഡേർഡ് ഹൈജീൻ. ഇനി എന്ത് ചെയ്യണം? എങ്ങനെയാ? നല്ലൊരു സ്റ്റാൻഡേർഡ് ഹൈജീൻ അവിടെ ഫോളോ ചെയ്യണം. അത് നിലനിർത്തിക്കൊണ്ട് വേണം. നമുക്കറിയാം സാധാ ഒരു വൃത്തിയില്ലാത്ത രീതിയിലോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല, അവിടുത്തെ പേഷ്യൻസിന് കൊടുക്കാനുള്ള ഫുഡാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് നല്ലൊരു ഹൈജീനിക് എൻവയോൺമെന്റ് അല്ലെങ്കിൽ ഹൈജീനിക് ഇതായിരിക്കണം. നല്ലൊരു സ്റ്റാൻഡേർഡ് ഹൈജീൻ നിലനിർത്തിക്കൊണ്ട് നമ്മളിങ്ങനെ എന്താണ്? ന്യൂട്രീഷ്യസ്, ഡിലീഷ്യസ്, ഹെൽത്തി മീൽ പ്രൊവൈഡ് ചെയ്യുക. അതാണ് ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്. പിന്നെ നോക്കിയാൽ പ്രൊഡക്ഷൻ, ഡെലിവറി, സാനിറ്റേഷൻ ടു ഓൾ പേഷ്യൻസ്. അതുപോലെ ഡെലിവറി അങ്ങനെ തന്നെയാണ് അല്ലെ.
ഡെലിവറി അങ്ങനെ തന്നെയാ. ഫുഡൊക്കെ അത്രയും ശ്രദ്ധിച്ചിട്ട് വേണം. വേറെ ഇതൊന്നും പുറത്തുനിന്ന് വേറെ ഒന്നും ആവാത്ത രീതിയിൽ ഡെലിവറി ചെയ്യുമ്പോഴും അതുപോലെ തന്നെയായിരിക്കണം. അപ്പൊ നല്ല സ്റ്റാൻഡേർഡ് ഹൈജീൻ ഫോളോ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഡെലിവറിയിലും നമ്മളത് വിതരണം ചെയ്യുമ്പോഴും ഒരു ഒരു സാനിറ്റേഷൻ, ഒരു നല്ല വൃത്തി കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടൊക്കെ നമ്മുടെ ന്യൂട്രീഷ്യസ് ഡിലീഷ്യസ് ഹെൽത്തി മീൽ പ്രൊവൈഡ് ചെയ്യുക. അതാണ് ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്. അത്രയും ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാട്ടോ. ടു പ്രൊവൈഡ് ന്യൂട്രീഷ്യസ് ഡിലീഷ്യസ് ആൻഡ് ഹെൽത്തി മീൽ. നെക്സ്റ്റ് നോക്കിയേ, ഇവാലുവേഷൻ ആൻഡ് ഡയറ്റ് പ്ലാനിങ്. അടുത്ത എന്താ? ഇവാലുവേഷൻ, ഇവാലുവേറ്റ് ചെയ്യുക അല്ലേ, എന്താ പറയാ, വിലയിരുത്തുക. ആൻഡ് ഡയറ്റ് പ്ലാനിങ്, ഡയറ്റ് ആസൂത്രണം. Valuation and diet planning. Then calculating calorie needs and nutritional care planning. എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? കലോറി നീഡ്സ്. ഓരോരുത്തർക്കും എത്രത്തോളം കലോറി ആവശ്യകതയുണ്ട് അല്ലേ, അതിന്റെ ആ കലോറി അത് ആവശ്യകത അത് നമ്മൾ കണക്കാക്കുന്നു. അതിന്റെ ന്യൂട്രീഷണൽ കെയർ പ്ലാനിങ്. ന്യൂട്രീഷണൽ കെയർ പ്ലാനിങ്, പോഷകാഹാരപ്രദമായിട്ടുള്ള ഒരു ആസൂത്രണം നടത്തുന്നു. ഒരു ന്യൂട്രീഷണൽ കെയർ ആസൂത്രണം ചെയ്യുന്നു. ഒരു ആരോഗ്യകരമായിട്ടുള്ള, ഒരു ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു പരിചരണം ആസൂത്രണം ചെയ്യുന്നു. ഓക്കെ, അടുത്ത നോക്കിയ പേഴ്സണലൈസ്ഡ് ന്യൂട്രീഷൻ അസിസ്റ്റൻസ് ഫോർ പേഷ്യന്റ്. ഇനി എന്താ നമ്മൾ പറഞ്ഞ ഓരോ ഇൻഡിവിജ്വലിനെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതാണ് പേഴ്സണലൈസ് ഇൻഡിവിജ്വൽ ന്യൂട്രീഷണൽ അസിസ്റ്റന്റ് ഫോർ പേഷ്യൻസ് അല്ലെ. അതായത് ഓരോ ഇൻഡിവിജ്വലിനെയും അവരെന്ത് ചെയ്യുന്നുണ്ട്, അത് കൺസിഡർ ചെയ്തിട്ടാണ് ഇൻഡിവിജ്വൽ കെയർ കൊടുക്കുന്നുണ്ട്. OP and IP ഡയറ്റ് കൗൺസിലിംഗ്. എന്താ? ഔട്ട് പേഷ്യന്റ്, ഇൻപേഷ്യന്റ് ഡയറ്റ് കൗൺസിലിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ന്യൂട്രീഷണൽ കൗൺസിലിംഗ് ഈ ഡയറ്ററി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. OP, ഔട്ട് പേഷ്യന്റ്, ഇൻപേഷ്യന്റ് ഡയറ്റ് കൗൺസിലിംഗ് പ്രൊവൈഡ് ചെയ്യുന്നു. ട്രെയിനിങ് ഫോർ ഐറ്റംസ് ഇൻ ഡയറ്ററ്റിക്സ്. എന്താണ് ട്രെയിനിങ്? പരിശീലനം കൊടുക്കുന്നു. ഫോർ എന്തിനാ? ഐറ്റംസ് ഇൻ ഡയറ്ററ്റിക്സ്. ഡയറ്ററ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഭക്ഷണക്രമത്തെ സംബന്ധിക്കുന്ന ഒരു സയൻസ്, ഒരു ശാസ്ത്രമാണ് കേട്ടോ. അല്ലെങ്കിൽ പോഷകാഹാര ശാസ്ത്രം എന്ന് പറയും മലയാളം. പോഷകാഹാര ശാസ്ത്രം. A branch of knowledge concerned with the diet, that is dietetics. A branch of knowledge concerned with the diet. പോഷകാഹാര ശാസ്ത്രം. ഡയറ്ററ്റിക്സിലെ എന്തൊക്കെ ഐറ്റംസ് ആണ് അതിനുള്ള ട്രെയിനിങ്, പരിശീലനം കൊടുക്കുന്നു. ട്രെയിനിങ് എന്തിനാ? ഫോർ ഐറ്റംസ് ഇൻ ഡയറ്ററ്റിക്സ്. അത്രയും ആണ് ഒബ്ജക്റ്റീവ്സ്. ക്ലിയർ ആയോ? നോക്കിയേ, 6 പോയിന്റില്ലേ. ടു പ്രൊവൈഡ് ന്യൂട്രീഷ്യസ് ഡിലീഷ്യസ് ഹെൽത്തി മീൽ പ്രൊവൈഡ് ചെയ്യുക, ഇവാലുവേഷൻ നടത്തുക, ഡയറ്റ് ആസൂത്രണം നടത്തുക, പിന്നെ കലോറി ആവശ്യകതകൾ കാൽക്കുലേറ്റ് ചെയ്യുക, ന്യൂട്രീഷണൽ കെയർ പ്ലാൻ ചെയ്യുക, ആസൂത്രണം ചെയ്യുക, ഒരു ഇൻഡിവിജ്വൽ കെയർ കൊടുക്കുക, OP, IP ഡയറ്റ് കൗൺസിലിംഗ് നടത്തുക, ട്രെയിനിങ് ഫോർ ഐറ്റംസ് ഇൻ ഡയറ്ററ്റിക്സ്. ഡയറ്ററ്റിക്സിലെ ഐറ്റംസ് അതിനുള്ള പരിശീലനം കൊടുക്കുക. ക്ലിയർ ആയോ? ഡയറ്ററ്റിക്സ് എന്ന് പറഞ്ഞാൽ പോഷകാഹാര ശാസ്ത്രം. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ നോക്കുന്ന ഡയറ്റീഷ്യനെ കുറിച്ചാണ്. ഡയറ്റീഷ്യൻ, നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഡയറ്റീഷ്യനെ കണ്ട് ഡയറ്റീഷ്യന്റെ എന്താ റെക്കമെൻഡേഷൻ അനുസരിച്ച് ഫുഡൊക്കെ ഡയറ്റ് എടുക്കുന്ന ആളുകളുണ്ടോ? ഉണ്ടോ? ആരെങ്കിലും ഒക്കെ ഉണ്ടോ? ഡയറ്റീഷ്യന് ഇല്ല. ഡയറ്റീഷ്യന്റെ റെക്കമെൻഡേഷൻ അനുസരിച്ച് ഫുഡ് കൺട്രോൾ ചെയ്യുന്ന, ഒരു ഡയറ്റ് കൺട്രോൾ ചെയ്യുന്നവരാരെങ്കിലും ഉണ്ടോ? ഇല്ല. ആരാ അപ്പൊ ഡയറ്റീഷ്യൻ എന്ന് പറയുന്ന ആരാ? നമുക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ നമ്മൾ കഴിക്കൂലേ? അങ്ങനെ ഭക്ഷണ നിയന്ത്രണമോ കാര്യങ്ങളോ ഒന്നും ഇല്ല. വല്യമ്മ ഡയറ്റീഷ്യൻ ആണോ? അതെ. അർജുന്റെ വല്യമ്മ ഡയറ്റീഷ്യൻ ആണോ? അർജുന് വല്യമ്മയുടെ നിർദ്ദേശം അനുസരിച്ച് എന്റെ ഫുഡൊക്കെ കഴിക്കാലോ അല്ലെ? നല്ല ന്യൂട്രീഷ്യസ് ഫുഡും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരൂലേ? ആയിരുന്നു. ഓക്കെ, എന്നാലും നമുക്ക് എന്തെങ്കിലും ഇതുണ്ടെങ്കിലും ഒന്ന് ചോദിക്കാലോ അല്ലെ? അപ്പൊ അതിനനുസരിച്ചുള്ള ന്യൂട്രീഷ്യസ് ഫുഡ് എന്താണ്, നമ്മളൊരു ഹെൽത്തി ഒരു ഇതിന് വേണ്ടിയിട്ട്, ആരോഗ്യത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ ഫുഡുകൾ കഴിക്കണം അല്ലെ? അതൊക്കെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരും. ഓക്കെ, നോക്കി എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ ക്ലാസ്സിൽ ഷെയർ ചെയ്യുക കേട്ടോ. നോക്കിയേ, ഡയറ്റീഷ്യൻ. ഇത് ആരാണ് ഡയറ്റീഷ്യൻ എന്ന് പറഞ്ഞത്? ഡയറ്റീഷ്യൻ. ഓക്കെ. അപ്പൊ നമുക്ക് എല്ലാവർക്കും അർജുൻ എന്തെങ്കിലും വലിയമാരുടെ അടുത്തൊന്ന് ചോദിച്ചിട്ട് നമുക്ക് ഫുഡിലുള്ള എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ പറഞ്ഞുതരും കേട്ടോ.
ഓക്കെ, നോക്കിയേ, ഡയറ്റീഷ്യൻ എന്ന് പറഞ്ഞ ആരാണ്? ഡയറ്റീഷ്യൻ ആർ ഹെൽത്ത് പ്രൊഫഷണൽ. ഹെൽത്ത് പ്രൊഫഷണൽ, ആരോഗ്യ വിദഗ്ധരാണ് ഡയറ്റീഷ്യൻ. ഡയറ്റീഷ്യൻസ് ആർ ഹെൽത്ത് പ്രൊഫഷണൽ. ഐഡിയലി താരതമ്യേന എന്തിനുള്ള കഴിവുണ്ട് നോക്കിയേ? സ്കിൽഡ് ഇൻ ഇംപ്ലിമെന്റിങ്. ഇംപ്ലിമെന്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? നടപ്പിലാക്കുക. ഇംപ്ലിമെന്റിങ്, നടപ്പിലാക്കുക. ആൻഡ് ഓൾട്ടറിങ്. ഓൾട്ടറിങ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ചെയ്യുക, ഈ മാറ്റം വരുത്തുക. എന്തിനുള്ള ഇതുണ്ട്? എന്തെങ്കിലും ഇംപ്ലിമെന്റ് ചെയ്യാനോ അല്ലെങ്കിൽ മാറ്റം വരുത്താനോ. ഓക്കെ, ഓൾട്ടറിങ് ഗുഡ് റൂട്ടീൻ ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഓർ പോപ്പുലേഷൻ. ഒരു ഇൻഡിവിജ്വലിന്റെയോ അല്ലെങ്കിൽ ഒരു പോപ്പുലേഷൻ, ഒരു സമൂഹത്തിന്റെയൊക്കെ അവരുടെ റുട്ടീൻ, നല്ലൊരു റുട്ടീൻ, അപ്പൊ നമ്മൾ ഫോളോ ചെയ്യുന്ന ഭക്ഷണക്രമമല്ലേ, അതിനെ ഇനി എന്തൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യണം, നമ്മൾ കഴിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ ആരോഗ്യസ്ഥിതി വെച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡിന് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, ഇതിനൊക്കെ സ്കിൽഡ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് പ്രൊഫഷണൽ ആണ് ഡയറ്റീഷ്യൻ. അണ്ടർലൈൻ ചെയ്തിട്ടോ സെന്റൻസ്. ഡാഷ് ആർ ഹെൽത്ത് പ്രൊഫഷണൽ, അങ്ങനെ ചോദിക്കാം. ഒരു ഇൻഡിവിജ്വലിന്റെയോ പോപ്പുലേഷന്റെയോ നല്ലൊരു റുട്ടീൻ അത് ഇംപ്ലിമെന്റ് ചെയ്യാന്ന് വെച്ചാൽ നടപ്പിലാക്കാനോ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും മാറ്റം വരുത്താനോ ഒക്കെ സ്കിൽഡ് ആയിട്ടുള്ള കഴിവുള്ള ഒരു ഹെൽത്ത് പ്രൊഫഷണൽ ആണ് ഡയറ്റീഷ്യൻ. A dietitian is the one who manages the preparation of therapeutic or other diet for individual or groups in hospitals, institutions, other establishments and for workers in particular sector. അത്രയും ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടോ കേട്ടോ. ഇനി ഒറ്റ സെന്റൻസ് ആണ്, നമുക്കത് കുഞ്ഞു സെന്റൻസ് ആക്കി പഠിക്കുക എളുപ്പത്തിന്. സെക്ടർ എന്ന് വരെയും ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടേക്കാണ്. ഓക്കെ, ഇനി എന്താ പറഞ്ഞേക്കണേ? ഡയറ്റീഷ്യൻ എന്ന് പറഞ്ഞ എന്താ? അദ്ദേഹം ഓക്കെ ഹോസ്പിറ്റലുകളിലെ, ഇൻ ഹോസ്പിറ്റൽസ്, അവിടെ തുടങ്ങി നോക്കിയേ, ഹോസ്പിറ്റലുകളിലെ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥാപനങ്ങള്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർ അതർ എസ്റ്റാബ്ലിഷ്മെന്റ്. എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ സ്ഥാപനം, മറ്റുള്ള സ്ഥാപനങ്ങള്, അല്ലെങ്കിൽ ഒരു പ്രത്യേക മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ അല്ലെ. ആൻഡ് ഫോർ വർക്കേഴ്സ് ഇൻ പർട്ടിക്കുലർ സെക്ടർ, ഒരു പ്രത്യേക മേഖലയിൽ വർക്ക് ചെയ്യുന്നവര്, അങ്ങനെയുള്ള ഇൻഡിവിജ്വൽ വ്യക്തികളുടെ ആവാം അല്ലെങ്കിൽ ഗ്രൂപ്പുകളുടെ ആവാം, ഒരു കൂട്ടം ആളുകളുടെ ആകാം. എന്ത് ചെയ്യുന്നു? അവരുടെ തെറാപ്യൂട്ടിക് എന്ന് പറഞ്ഞാൽ ചികിത്സാ സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ മറ്റുള്ള ഡയറ്റ് അതിനെ കൈകാര്യം ചെയ്യാനും പ്രിപ്പയർ ചെയ്യാനും ഉള്ള കഴിവുള്ള ആളാണ് ഡയറ്റീഷ്യൻ. ഈസ് വൺ ഹു മാനേജ് ആൻഡ് പ്രിപ്പറേഷൻ. കൈകാര്യം ചെയ്യുന്നു, പ്രിപ്പയർ ചെയ്യുന്നു, അത് തയ്യാറാക്കുന്നു. ഓഫ് തെറാപ്യൂട്ടിക് എന്ന് പറഞ്ഞാൽ ചികിത്സാ സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ അതർ ഡയറ്റ്, മറ്റുള്ള ഡയറ്റുകൾ. ആർക്ക് വേണ്ടി? ഇൻഡിവിജ്വലിന്റെയോ അല്ലെങ്കിൽ ഗ്രൂപ്പുകളുടെയോ. എവിടെ? ഹോസ്പിറ്റലിലെയോ ഇൻസ്റ്റിറ്റ്യൂഷനിലെയോ മറ്റുള്ള എസ്റ്റാബ്ലിഷ്മെന്റ് പർട്ടിക്കുലർ ഫോർ വർക്കേഴ്സ് ഇൻ പർട്ടിക്കുലർ സെക്ടർ. ഇവിടെയൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു ഇൻഡിവിജ്വലിന്റെ ആവാം, ഗ്രൂപ്പുകളുടെ ആവാം. അവരുടെയൊക്കെ ഡയറ്റോ അല്ലെങ്കിൽ ചികിത്സാ സംബന്ധമായിട്ടുള്ള ഭക്ഷണക്രമം അതിനെ കൈകാര്യം ചെയ്യാനും പ്രിപ്പയർ ചെയ്യാനും ഒരു കഴിവുള്ള അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്ന ആളാണ് ആര്? ഡയറ്റീഷ്യൻ. നോക്കി വെക്കാം കേട്ടോ, ഡയറ്റീഷ്യൻ. ഇനി അടുത്ത നോക്കിയേ, നെക്സ്റ്റ് സെന്റൻസ് ആയിട്ട് അവിടെ എഴുതാം, ഹീന്ന് എഴുതാം കേട്ടോ. ഹി ഓർ ഷീ രണ്ടും ആകാം, അവനോ അവളോ ആകാം. ഇൻസ്ട്രക്ട്, സെപ്പറേറ്റ് സെന്റൻസ് ആണ് ടെക്സ്റ്റില്. ഓക്കെ, ഇങ്ങനെ തന്നെയല്ലേ അവിടെ കൊടുത്തേക്കണേ. ഹി ഇൻസ്ട്രക്ട് or she instructs in selection and the proper preparation of food as per dietetic principle. ഇനി എന്താണ് അവിടെ പറഞ്ഞേക്കുന്നത്? അടുത്ത കുഞ്ഞു സെന്റൻസ് അവൻ നിർദ്ദേശിക്കുന്നു. എന്തിന്? സെലക്ഷൻ, സെലക്ട് ചെയ്യാനും പ്രോപ്പർ ആയിട്ട് പ്രിപ്പയർ ചെയ്യാനും. ഓഫ് ഫുഡ് ആസ് പെർ ഡയറ്ററ്റിക് പ്രിൻസിപ്പിൾ, ഭക്ഷണ തത്വങ്ങൾ അനുസരിച്ച്, ഡയറ്ററ്റിക് പ്രിൻസിപ്പിൾ അനുസരിച്ച് ഫുഡ് പ്രിപ്പയർ ചെയ്യാനും സെലക്ട് ചെയ്യാനും അവൻ നിർദ്ദേശിക്കുന്നു. അല്ലെ? എന്താണ് ഡയറ്ററ്റിക് പ്രിൻസിപ്പിൾസ് നോക്കിയിട്ട് അതനുസരിച്ച് ഫുഡ് തയ്യാറാക്കാനും അതുപോലെ സെലക്ട് ചെയ്യാൻ എന്തൊക്കെ ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കണം അതൊക്കെ തിരഞ്ഞെടുക്കാനും ഒക്കെ നിർദ്ദേശിക്കുന്ന ആളാണ് ആര്? ഡയറ്റീഷ്യൻ. അടുത്ത് നോക്കിയേ, ഹി ഡിസ്ചാർജസ്, ഹി ഓർ ഷീ ഡിസ്ചാർജസ്. അടുത്ത സെന്റൻസ് കേട്ടോ,
ഡ്യൂട്ടീസ് കൺസേൺഡ് വിത്ത് ന്യൂട്രീഷൻ പ്രോഗ്രാം. കണ്ടോ, എന്താണ് ന്യൂട്രീഷൻ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡ്യൂട്ടീസ്, ചുമതലകള് പെർഫോം ചെയ്യുന്നു, നിർവഹിക്കുന്ന ആളാണ്. ന്യൂട്രീഷൻ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതുമായി സംബന്ധിക്കുന്ന ഡ്യൂട്ടീസ് നിർവഹിക്കുന്ന ആളാണ് ആര്? ഡയറ്റീഷ്യൻ. ആൻഡ് മേ ബി ലേബിൾ. ഇനി എന്തിനുള്ള ബാധ്യതയും കൂടി ഉണ്ട്? ലേബിൾ എന്ന് വെച്ചാൽ ബാധ്യതയുണ്ട്, അതേ കടമയുണ്ട്. ഫോർ ഫുഡ് പർച്ചേസിംഗ് ഓൺ ബിഹാഫ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ഓർ എസ്റ്റാബ്ലിഷ്മെന്റ്. എന്താ, ഒരു സ്ഥാപനത്തിന്റെയോ അല്ലെങ്കിൽ സംഘടനയുടെയൊക്കെ പേരില് ഫുഡ് പർച്ചേസ് ചെയ്യാനുള്ള കടമ അല്ലെങ്കിൽ ബാധ്യതയുള്ള ആളാണ് ആര്? ഡയറ്റീഷ്യൻ. ആ പാരഗ്രാഫ് മുഴുവൻ ഡയറ്റീഷ്യനെ കുറിച്ചാ പറയുന്നത്. 2-3 സെന്റൻസ് ആക്കി പല രീതിയിൽ പറഞ്ഞിട്ടുണ്ടെന്നുള്ളൂ. ക്ലിയർ ആയോ? അത് ലാസ്റ്റത്തെ സെന്റൻസ് എന്താ പറഞ്ഞേ? ഹി ഓർ ഷീ ലീബിൾ. എന്തിനുള്ള കടമയുണ്ട്? ഫോർ ഫുഡ് പർച്ചേസിംഗ്. ഫുഡ് പർച്ചേസ് ചെയ്യാൻ ഏതിന്റെ പേരില്? ഓൺ ബിഹാഫ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ഓർ എസ്റ്റാബ്ലിഷ്മെന്റ്. ഒരു സംഘടനയോ സ്ഥാപനത്തിന്റെയോ ഒക്കെ പേരില് ഫുഡ് പർച്ചേസ് ചെയ്യാൻ ബാധ്യതയുള്ള ആളും കൂടിയാണ് ആര്? ഡയറ്റീഷ്യൻ. ക്ലിയർ ആയോ എല്ലാവർക്കും ആ പാരഗ്രാഫ്? ഒന്നാമത്തെ സെന്റൻസ് അവിടെ അണ്ടർലൈൻ ചെയ്തിടുക. രണ്ടാമത്തതും ഡാഷ് ഈസ് വൺ ഹു മാനേജ്. അങ്ങനെ ചോദിച്ചാലും നമ്മൾ ഡയറ്റീഷ്യൻ എഴുതണം. ഓക്കെ. പിന്നെ ഡയറ്ററ്റിക് പ്രിൻസിപ്പിൾസ് അനുസരിച്ച് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ ഹി ഇൻസ്ട്രക്ട്, ഡാഷ് ഇൻസ്ട്രക്ട്, അങ്ങനെ അവിടെ ചോദിക്കാം. അത് കുഞ്ഞു കുഞ്ഞു സെന്റൻസ് ആക്കി തന്നത് നിങ്ങൾക്ക് കേട്ടോ. അപ്പൊ അത് ഡാഷ് ഇട്ട് ചോദിക്കാം. പിന്നെ ഹി ഡിസ്ചാർജസ് ഡ്യൂട്ടീസ്, അല്ലെ, അല്ലെങ്കിൽ അവള് ഡാഷ് ഡിസ്ചാർജസ്, അങ്ങനെ ചോദിക്കാം. പിന്നെ ഹു ഈസ് ലേബിൾ ഫോർ ഫുഡ്, അങ്ങനെയും ചോദിക്കാം. കണ്ടോ, ഹു ഈസ് ലേബിൾ ഫോർ ഫുഡ് പർച്ചേസിംഗ് ഓൺ ബിഹാഫ് ഓഫ് ദ ഓർഗനൈസേഷൻ ഓർ എസ്റ്റാബ്ലിഷ്മെന്റ്. ഇതെല്ലാ രീതിയിൽ ചോദിച്ചാലും ആൻസർ എന്താണ്? ഡയറ്റീഷ്യൻ. ക്ലിയർ അല്ലേ? പാരഗ്രാഫ് ഡയറ്റീഷ്യൻ ആണ്. അവിടെ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഡാഷിട്ട് ചോദിക്കുമ്പോൾ ആൻസർ തന്നെ കേട്ടോ. ഓക്കെ. ഇനി അടുത്തത് വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡയറ്ററി മാനേജ്മെന്റ്. ഇനി എന്തിനാണ് ഈ ഡയറ്ററി മാനേജ്മെന്റ്, ഭക്ഷണക്രമം, അതിന്റെ എന്താണ് ഇത്ര ഇമ്പോർട്ടൻസ്? നോക്കിയേ. A healthy lifestyle can be obtained by sustaining a balanced diet. ഒരു നല്ലൊരു ആരോഗ്യകരമായ ജീവിത ശൈലി നമുക്ക് എങ്ങനെ നിലനിർത്താൻ പറ്റും? സസ്റ്റെയിൻ ചെയ്യാന്ന് വെച്ചാൽ നിലനിർത്തുക. ഒരു ആരോഗ്യകരമായിട്ടുള്ള ജീവിത ശൈലി നമുക്ക് എങ്ങനെ നിലനിർത്താൻ പറ്റും? എങ്ങനെയാ? സസ്റ്റെയിനിങ് എ ബാലൻസ്ഡ് ഡയറ്റ്. ഒരു സമീകൃത ആഹാരം, അതാണ് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. സമ്പൂർണ്ണ സമീകൃത ആഹാരത്തിലൂടെ നമുക്ക് നല്ലൊരു ആരോഗ്യകരമായ ശൈലി, ഒരു ജീവിത രീതി നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. അണ്ടർലൈൻ ചെയ്തിട്ടോട്ടോ. ഇതൊരു ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചിട്ടുണ്ട്. ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ബൈ സസ്റ്റെയിനിങ് എ ഡാഷ്. ഇതിൽ കൂടെ ബാലൻസ്ഡ് ഡയറ്റ്. ബാലൻസ്ഡ് ഡയറ്റ്. ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? The balanced diet നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും അടങ്ങിയിട്ടുള്ള ഭക്ഷണമാണ് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും കറക്റ്റ് അളവില് അടങ്ങിയിട്ടുള്ള ഭക്ഷണക്രമമാണ് ബാലൻസ്ഡ് ഡയറ്റ്. സമീകൃത ആഹാരം എന്ന് പറയും, അല്ലെ? സമ്പൂർണ്ണ ആഹാരം, സമീകൃത ആഹാരം, അതാണ് ബാലൻസ്ഡ് ഡയറ്റ്. ഓക്കെ. എല്ലാം ശരിയായ അളവില് എല്ലാ ഫുഡ് ഗ്രൂപ്പ്സും എല്ലാം വേണം. എല്ലാവരും ഉൾപ്പെടുന്ന ഒരു ഭക്ഷണമാണ്, ഉൾപ്പെടുന്നതാണ് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. 7 കമ്പോണൻസ് ആണ് അതിനകത്തുള്ള. കാർബോഹൈഡ്രേറ്റ് വേണം, ഫാറ്റ് വേണം, പ്രോട്ടീൻ വേണം, വൈറ്റമിൻസ്, മിനറൽസ്, ഫൈബേഴ്സ്, വാട്ടർ. ഇങ്ങനെ 7 കമ്പോണൻസ് ആണ് പറയുന്നത് ബാലൻസ്ഡ് ഡയറ്റില്. ഈ 7 കമ്പോണൻസും കറക്റ്റ് അളവിലുള്ളതാണ് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. ബാലൻസ്ഡ് ഡയറ്റ് എന്നുള്ളത് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. എല്ലാ ന്യൂട്രിയൻസും എല്ലാ കമ്പോണൻസും കറക്റ്റ് അളവിലുള്ളതാണ് ഫുഡാണ് ബാലൻസ്ഡ് ഡയറ്റ്. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു സമീകൃത ആഹാരം കഴിക്കുന്നതിലൂടെ എന്ത് നമുക്ക് നേടാൻ പറ്റും? നല്ല ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിത ശൈലി നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഇപ്പൊ മിക്ക അസുഖങ്ങളും ഉണ്ടാകുന്നത് നമ്മുടെ ഫുഡിന്റെ ഇതുകൊണ്ട് തന്നെയല്ലേ, അല്ലേ? നമ്മുടെ ഫാസ്റ്റ് ഫുഡ് അതിന്റെയൊക്കെ ഇതുകൊണ്ടല്ലേ നമുക്ക് കുറെ അസുഖങ്ങളൊക്കെ വന്നത്. പണ്ടുള്ള ആളുകൾക്കൊക്കെ ഇത്ര അസുഖങ്ങൾ ഉണ്ടായിരുന്നോ? ഇല്ല. നമ്മളല്ലേ എല്ലാവർക്കും ഇപ്പൊ എന്താ പറയാ,
പുറത്തുനിന്നുള്ള ഭക്ഷണം മതി, അതൊക്കെ എത്രത്തോളം ഇതാണ്. പണ്ടുള്ളവരൊക്കെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡൊക്കെ തന്നെയാ അല്ലെ, നമ്മള് സ്വന്തമായിട്ട് കൃഷി ചെയ്ത് ഒരു വിഷമൊന്നും ഇല്ലാത്ത ഫുഡ് കാര്യങ്ങളാണ് നമ്മള് പണ്ടുള്ളവര് കഴിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അവർക്ക് അത്രയില്ല. പിന്നെ അതുപോലെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന കപ്പ, ചേന, കാച്ചിൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിരുന്നു അവര് കൂടുതൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയത്. ഇപ്പോൾ ആൾക്കാർക്ക് ആർക്കെങ്കിലും വീട്ടിലുള്ള ഭക്ഷണം വേണം, എല്ലാവർക്കും പുറത്തുനിന്നുള്ള ഫാസ്റ്റ് ഫുഡ് മതി. അതും ചിക്കനും അതും ഇതൊക്കെ അതും എന്താ പറയാ ഫ്രൈ ചെയ്തത് അല്ലേ. അവരൊക്കെ നോക്കി നമ്മള് പുറത്തൊക്കെ പോയി ഭക്ഷണം കഴിക്കുമ്പോ പറയാം എത്ര പ്രാവശ്യം വറുത്ത എണ്ണയൊക്കെ ആയിരിക്കും അവര് തന്നെ ഉപയോഗിക്കണേ അല്ലേ. പിന്നെ അതുപോലെ തന്നെ കുട്ടികളൊക്കെ ആണെങ്കിലും അവർക്ക് ഈ വറുത്ത സാധനങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ. അത് നമ്മളാണെങ്കിൽ വീട്ടിലൊരു പ്രാവശ്യം അത് ഫ്രഷ് ഇല്ലാതെ വറുത്തങ്ങ് അത് കഴിഞ്ഞ് പിന്നെ നമ്മളത് ഉപയോഗിക്കില്ല. ഇതെന്ന് പറഞ്ഞാൽ അവർക്ക് അങ്ങനെ മുതലാവോ അല്ലേ. അവര് വീണ്ടും വീണ്ടും വറുത്ത എണ്ണകളിലൊക്കെയാണ് വീണ്ടും വീണ്ടും വറുത്തെടുക്കുന്നത്. അതൊക്കെ തന്നെ നമുക്ക് ആരോഗ്യത്തിന് ദോഷകരമാണ് അല്ലേ. അല്ലെ, ഈ വറുത്തതും പൊരിച്ചതൊക്കെ എന്നും കഴിക്കുന്ന എല്ലാവർക്കും തന്നെ കൊളസ്ട്രോള്, പിന്നെ അതിനെ ബേസ് ചെയ്തിട്ടൊക്കെ നമുക്ക് ഒത്തിരി അസുഖങ്ങൾ, ബ്ലോക്ക് അല്ലെ, ഒരുപാട് അസുഖങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ എല്ലാവരും നമ്മള് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചൊക്കെ ഭക്ഷണമൊക്കെ കഴിക്കുക. ഫൈബേഴ്സ് ഒക്കെ ഉള്ള ചീര, പയറുവർഗ്ഗങ്ങള്, പഴങ്ങള് ഇതൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഫൈബേഴ്സ് കണ്ടന്റ് ഉള്ള നമ്മുടെ നാരുവർഗ്ഗങ്ങളുള്ള കൊടപ്പൻ ഇതൊക്കെ ആരെങ്കിലും ഇപ്പൊ കഴിക്കണ്ടോ, പിണ്ടിയോ കുഴപ്പണോ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ എന്തായാലും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. നല്ലോണം വെള്ളം കുടിക്കുക. എന്താ നമുക്ക് എന്തായാലും എല്ലാ കറികളൊക്കെ ഇല്ലേ അതൊക്കെ ആഹാരത്തിലൊക്കെ ഉൾപ്പെടുത്തുക. അത് ഒരു പരിധി വരെ നമ്മുടെ കൊഴുപ്പ് ഇതൊക്കെ നിയന്ത്രിക്കാനും ഒക്കെ നമുക്ക് അസുഖങ്ങളൊക്കെ കുറയ്ക്കാനും ഒക്കെ പറ്റും കേട്ടോ. അതെന്താ പറഞ്ഞേക്കുന്നത്, നമ്മളിവിടെ ബാലൻസ്ഡ് ഡയറ്റിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ആരോഗ്യകരമായിട്ടുള്ള ജീവിത ശൈലി നമുക്ക് നേടാൻ പറ്റും. ആൻഡ് keeping in consideration, അതിനൊപ്പം തന്നെ എന്താ, and keeping in consideration to meet all the essential nutrients needed by the body. എന്തുകൂടി കൺസിഡർ ചെയ്യണം, എല്ലാ എസെൻഷ്യൽ ന്യൂട്രിയൻസും നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ എസെൻഷ്യൽ ന്യൂട്രിയൻസും മീറ്റ് ചെയ്യുന്നത്, അതിനെ പാലിക്കുന്നത് അല്ലെ, അത് നമ്മൾ ഉൾപ്പെടുത്തണം. അതിനെ കൺസിഡർ ചെയ്തുകൊണ്ടും അല്ലെങ്കിൽ അത് നിലനിർത്തുന്നതിലൂടെയും ഒരു ബാലൻസ്ഡ് ഡയറ്റിലൂടെയും നമുക്ക് ആരോഗ്യകരമായിട്ടുള്ള ജീവിത ശൈലി ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. A proper meal plan can help to achieve ideal body weight. ഇനി ഒരു നല്ലൊരു മീൽ പ്ലാൻ എന്തിനു സഹായിക്കുന്നു, help to achieve ideal എന്ന് പറഞ്ഞെന്താ, ഐഡിയൽ എന്താ, അനുയോജ്യമായ നമുക്ക് ബോഡി വെയിറ്റ്, അനുയോജ്യമായിട്ടുള്ള ഒരു ബോഡി വെയിറ്റ് നിലനിർത്താൻ സഹായിക്കുന്നു. നമുക്കറിയാം അല്ലെ, ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് ആയിരിക്കണം വേണ്ടേ, ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് ആയിരിക്കും. നമ്മുടെ ആ കൃത്യം എത്രത്തോളം ഹൈറ്റ് ഉണ്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള വെയിറ്റ് മതി നമുക്ക് ശരിക്കും. അപ്പൊ അങ്ങനെ നമ്മുടെ ഒരു നല്ലൊരു മീൽ പ്ലാൻ എന്തിനു സഹായിക്കുന്നു, ഒരു ഭക്ഷണക്രമം, അതാണ് മീൽ പ്ലാൻ എന്ന് പറയുന്നത്. ഭക്ഷണക്രമം അത് എന്തിനു സഹായിക്കുന്നു, നമ്മുടെ ബോഡി വെയിറ്റ്, അനുയോജ്യമായിട്ടുള്ള ബോഡി വെയിറ്റ് നിലനിർത്താൻ. ലോവർ, ഇനി അത് കൂടാതെ എന്താ, ലോവർ ദ റിസ്ക് ഓഫ് ക്രോണിക് ഡിസീസ് ലൈക്ക് ഡയബറ്റീസ്, കാർഡിയോവാസ്കുലർ ആൻഡ് അതർ ടൈപ്പ് ഓഫ് ക്യാൻസർ. ഇങ്ങനെയുള്ള വിട്ടുമാറാത്ത രോഗങ്ങൾ, ക്രോണിക് വിട്ടുമാറാത്ത രോഗങ്ങളുടെ അപകട സാധ്യത കുറയ്ക്കാനും സാധിക്കുന്നു. ഡയബറ്റിക്സ് അല്ലെ, നമ്മുടെ ഭക്ഷണം ഒക്കെ ഒരുവിധം നിയന്ത്രിച്ച് നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഡയബറ്റീസ് എന്ന് പറഞ്ഞ അസുഖം ഒഴിവാക്കാൻ പറ്റൂലേ. പാരമ്പര്യമായിട്ട് വരുന്നതുണ്ട് എങ്കിൽ പോലും നമ്മുടെ ഭക്ഷണവും കൂടി നമ്മളൊന്ന് കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ അല്ലേ, കാർഡിയോവാസ്കുലർ ഹൃദയ സംബന്ധമായിട്ടുള്ളത് ആൻഡ് അതർ ടൈപ്പ് ഓഫ് ക്യാൻസർ, മറ്റുള്ള തരത്തിലുള്ള ക്യാൻസർ തുടങ്ങിയ ഇങ്ങനെ വിട്ടുമാറാത്ത രോഗങ്ങൾ, ഓക്കെ, വിട്ടുമാറാത്ത രോഗങ്ങൾ അതിന്റെ റിസ്ക് കുറയ്ക്കാനും സാധിക്കുന്നു. ഏതിലൂടെ, പ്രോപ്പർ മീൽ പ്ലാൻ. ക്ലിയർ ആയോ? അപ്പൊ ഒരു നല്ലൊരു ഭക്ഷണ ആസൂത്രണം എന്ന് പറയുന്നത് നമ്മുടെ ബോഡി വെയിറ്റ് അനുയോജ്യമാക്കാനും, അതായത് ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് അല്ലെ, അതായത് നമ്മുടെ ബോഡി വെയിറ്റ് അനുയോജ്യമാക്കാനും, അത് കൂടാതെ വിട്ടുമാറാത്ത രോഗങ്ങൾ, ഡയബറ്റിക്, കാർഡിയോവാസ്കുലർ, ക്യാൻസർ തുടങ്ങിയ വിട്ടുമാറാത്ത രോഗങ്ങളുടെ അപകട സാധ്യത കുറയ്ക്കാനും സാധിക്കുന്നു. അണ്ടർലൈൻ ചെയ്തിട്ടോട്ടോ സെക്കൻഡ് പോയിന്റ്. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം, സെക്കൻഡ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം. എ ഡാഷ് ഹെൽപ് ടു അച്ചീവ് ഐഡിയൽ ബോഡി വെയിറ്റ് അങ്ങനെ ചോദിക്കാം. എ പ്രോപ്പർ മീൽ പ്ലാൻ, എ പ്രോപ്പർ മീൽ പ്ലാൻ ഹെൽപ് ടു ഡാഷ് എന്തിനു സഹായിക്കുന്നു,
to achieve ideal body weight and lower the risk of chronic disease. Clear ആയില്ലേ ആ പാരഗ്രാഫ്? ഇനി നെക്സ്റ്റ് നമ്മള് എക്സാമ്പിൾസ് ആണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡയറ്റ് ആണ് കേട്ടോ. എക്സാമ്പിൾസ് ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡയറ്റ്, പല തരത്തിലുള്ള ഡയറ്റുകള്, പലതരത്തിലുള്ള ഡയറ്റ് ഭക്ഷണക്രമമാണ് നമ്മൾ പറയുന്നത്. കാർഡിയാക് ഡയറ്റ് ഫസ്റ്റ് ആണ്. കാർഡിയാക് ഡയറ്റ് ജസ്റ്റ് നിങ്ങൾക്ക് പേര് മാത്രം തന്നിട്ടുള്ളൂ, ജസ്റ്റ് ഓരോ സെന്റൻസ് ഇത് നമുക്കൊന്ന് പറഞ്ഞു പോകാം, എന്താണെന്നുള്ളത് മാത്രം ഒന്ന് മനസ്സിലാക്കാം. കാർഡിയാക് ഡയറ്റ് എന്ന് പറഞ്ഞാൽ അപ്പൊ എന്തിനെ സംബന്ധിക്കുന്നതായിരിക്കും? കാർഡിയാക് ഡയറ്റ് എന്തിനെ സംബന്ധിക്കുന്നതായിരിക്കും? ഹൃദയത്തെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഭക്ഷണക്രമം. ഹൃദയത്തെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഭക്ഷണക്രമമാണ് കാർഡിയാക് ഡയറ്റ്. ഓക്കെ, വെരി ഗുഡ്. ഹാർട്ട് അല്ലെ, ഹാർട്ട് റിലേറ്റഡ്. അപ്പൊ നമ്മുടെ ഹൃദയത്തെ ഹാർട്ടിനെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഭക്ഷണക്രമം, അതാണ് കാർഡിയാക് ഡയറ്റ് എന്ന് പറയുന്നത്. ഇതിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഹാർട്ട് ഹെൽത്തി ഡയറ്റ്. ഒന്ന് എഴുതി വെച്ചോ, ഹാർട്ട് ഹെൽത്തി ഡയറ്റ്, കാർഡിയാക് ഡയറ്റ്. ഹാർട്ട് ഹെൽത്തി ഡയറ്റ് എന്നും അറിയപ്പെടും കാർഡിയാക് ഡയറ്റ്. Is also called a heart healthy diet. നമ്മുടെ സോഡിയം അതുപോലെ ഫാറ്റ്, കൊളസ്ട്രോൾ ഇതൊക്കെ നമ്മൾ അധികമായിട്ട് കഴിക്കുന്നത് അതിനെയൊക്കെ അതിന്റെ അപകടം കുറയ്ക്കുന്ന രീതിയിലുള്ള ഭക്ഷണക്രമമാണ് കാർഡിയാക് ഡയറ്റ് എന്ന് പറയുന്നത്. ചീര, കോളിഫ്ലവർ ഇങ്ങനെയുള്ള സാധനങ്ങളെ, പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും ഒക്കെ നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ ആഹാരത്തിലൊക്കെ ഉൾപ്പെടുത്താവുന്നതാണ്. ഓക്കെ, കാർഡിയാക് ഡയറ്റ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും അതുപോലെ ഫൈബർ റിച്ച് ഉള്ള സംഭവങ്ങളും ഒക്കെ ആഹാരത്തിൽ ഉൾപ്പെടുത്തി നമുക്കൊരു കാർഡിയാക് ഡയറ്റ് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. ഇത്രയും ഒന്ന് നോക്കി വെക്കാം, ഹൃദയത്തെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഭക്ഷണക്രമം. അടുത്താണ് റീനൽ ഡയറ്റ്. ഡയറ്റ് എന്നാട്ടോ, DIET തന്നെയാണ്. റീനൽ ഡയറ്റ് എന്ന് പറഞ്ഞാൽ എന്തിന്? കിഡ്നി ഡയറ്റ് പറയാലോ. എന്തിനെ സംബന്ധിക്കുന്നതായിരിക്കും? കിഡ്നിയെ. ഓക്കെ, നമ്മുടെ കിഡ്നീനെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഭക്ഷണക്രമമാണ് കിഡ്നി ഡയറ്റ് എന്നും പറയൂ കേട്ടോ. അതൊന്ന് സ്ലാഷിട്ട് എഴുതി വെച്ചോ. റീനൽ ഡയറ്റ് ഈസ് ഓൾസോ നോൺ ആസ് കിഡ്നി ഡയറ്റ്. നമ്മുടെ കിഡ്നീനെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഭക്ഷണക്രമം. ഓക്കെ, ഇപ്പൊ നമുക്ക് ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസ് അല്ലെ, അല്ലെങ്കിൽ കിഡ്നി പ്രോബ്ലം ഉള്ള പേഷ്യൻസ് ഒക്കെ എന്താ പറയാ, അവര് ഫോളോ ചെയ്യണം റീനൽ ഡയറ്റ് അല്ലെങ്കിൽ കിഡ്നി ഡയറ്റ് അവര് ഫോളോ ചെയ്യണം. അടുത്തതാണ് ലോ സോഡിയം ഡയറ്റ്. ലോ സോഡിയം ഡയറ്റ്. ലോ സോഡിയം ഡയറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സോഡിയത്തിന്റെ അളവ് കുറയ്ക്കുന്ന രീതിയിലുള്ള ഭക്ഷണക്രമം. അതെന്താ സോഡിയത്തിന്റെ ഒക്കെ കുറയ്ക്കുന്നത്? അവർക്കടെ എന്താണ് ഡയറ്റില് സോഡിയത്തിന്റെ അളവ് കുറയ്ക്കുന്ന രീതിയിലുള്ള ഭക്ഷണക്രമം ആയിരിക്കണം. ഇപ്പൊ നമ്മള് BP യിലൊക്കെ കൂടുതലുള്ളവര് അവര് സോഡിയം കുറയ്ക്കണ്ടേ? സോഡിയത്തിന്റെ അളവ് കുറയ്ക്കണം അല്ലെ? നമ്മുടെ ചില മെഡിക്കൽ കണ്ടീഷൻസ്, ഹൈ BP ഇവരൊക്കെ ഉള്ളവര് എന്താണ് ലോ സോഡിയം ഡയറ്റ് ഫോളോ ചെയ്യണം. ഇനി അടുത്തതാണ് സോഫ്റ്റ് ഡയറ്റ് എന്ന് പറയുന്നത്. സോഫ്റ്റ് ഡയറ്റ് അപ്പൊ എങ്ങനെയുള്ള ഡയറ്റ് ആയിരിക്കണം? സോഫ്റ്റ് ഡയറ്റ് പെട്ടെന്ന് ദഹിക്കുന്ന രീതിയിലുള്ള ഭക്ഷണക്രമമാണ് കേട്ടോ സോഫ്റ്റ് ഡയറ്റ്. സോഫ്റ്റ് ആയിട്ടുള്ള ഭക്ഷണം, അതായത് എന്താ, പെട്ടെന്ന് നമുക്ക് ദഹിക്കുന്ന രീതിയിൽ. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഗ്യാസ്ട്രിക് വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങള്, ഡൈജസ്റ്റീവ് പ്രശ്നങ്ങള് അല്ലെ, ദഹിക്കാനുള്ള പ്രശ്നങ്ങള്, വയറുവേദന അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ ഡോക്ടർ ഏതാ പറയാ? അവിടെ സോഫ്റ്റ് ഡയറ്റ് ആണ്. അപ്പൊ നമ്മളോട് ചിക്കൻ ബിരിയാണി കഴിക്കാൻ പറയോ? അപ്പൊ എന്താ, നമ്മള് പെട്ടെന്ന് ദഹിക്കുന്ന രീതിയിലുള്ള കഞ്ഞിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അല്ലെ, പെട്ടെന്ന് ദഹിക്കുന്ന രീതിയിലുള്ള ഭക്ഷണക്രമം, അതാണ് സോഫ്റ്റ് ഡയറ്റ്. സോഫ്റ്റ് ഇൻ ടെക്സ്ചർ ആൻഡ് ഈസി ടു ഡൈജസ്റ്റ്, പെട്ടെന്ന് ദഹിക്കുന്ന രീതിയിലുള്ള ഭക്ഷണക്രമമാണ് സോഫ്റ്റ് ഡയറ്റ്. സോഫ്റ്റ് ഡയറ്റ് ഡൈജസ്റ്റീവ് പ്രശ്നങ്ങളുള്ളവർക്ക് അല്ലെ, വയറുവേദന, ഗ്യാസ്ട്രിക് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളവർക്കൊക്കെ ഈ ഡയറ്റ് പറയും. അടുത്താണ് ഡയബറ്റിക് ഡയറ്റ്. അറിയാലോ, ഡയബറ്റിക് പേഷ്യൻസിന് കൊടുക്കുന്നത് അല്ലെ, പ്രമേഹ രോഗികൾക്ക്. എന്തിനു വേണ്ടിയാ? അവർക്ക് ഷുഗർ ലെവല് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, ടു ലോവർ ദ ബ്ലഡ് ഷുഗർ ലെവൽ. ഷുഗർ ലെവല് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ, മധുരമൊക്കെ കുറഞ്ഞ രീതിയിലുള്ള ഭക്ഷണക്രമം, അതാണ് ഡയബറ്റിക് ഡയറ്റ് എന്ന് പറയുന്നത് കേട്ടോ.
help to lower blood sugar level. ബ്ലഡിലെ ഷുഗർ ലെവൽ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഫോളോ ചെയ്യുന്ന ഭക്ഷണക്രമമാണ് ഡയബറ്റിക് ഡയറ്റ്. ഈ ഡയബറ്റിക് പേഷ്യൻസ് ഉപയോഗിക്കുന്നത് ഡയബറ്റിക് പേഷ്യൻസ് ഉപയോഗിക്കുന്ന രീതി അവര് ഫോളോ ചെയ്യുന്ന ഭക്ഷണക്രമം. അടുത്തതാണ് ഹൈ പ്രോട്ടീൻ ഡയറ്റ്. ആർക്കായിരിക്കും പ്രോട്ടീൻ്റെ ഇത് കുറവുള്ള ആളുകളില്ലേ, പ്രോട്ടീൻ കുറവുള്ള ആളുകൾ, നമ്മുടെ ശരീരത്തില് പ്രോട്ടീന്റെ അളവ് കുറവുള്ള ആളുകൾക്ക് ഹൈ പ്രോട്ടീൻ ഡയറ്റ് പറയണം. അപ്പൊ ആഹാരത്തില് അവര് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ അവർ ഉൾപ്പെടുത്തണം. ലാസ്റ്റ് ആണ് ലിക്വിഡ് ഡയറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ലിക്വിഡ് ഡയറ്റ്? അവർക്ക് ഒള്ളി കൺസ്യൂം ലിക്വിഡ് ഫുഡ്. ലിക്വിഡ് ഫുഡ് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ, അല്ലെ? നോ ഈറ്റ് സോളിഡ് ഫുഡ്. സോളിഡ് ഫുഡ് കഴിക്കാൻ പറ്റില്ല. കട്ടിയായിട്ടുള്ളതൊന്നും കഴിക്കാൻ പറ്റില്ല. കട്ടിയായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കാൻ പറ്റില്ല. ഇപ്പൊ നമ്മള് ഈ ഒത്തിരി വയസ്സായവര് ഈ ട്യൂബിക്കടെയൊക്കെ നമ്മൾ എന്താ ജ്യൂസ് ആക്കിയല്ലേ കൊടുക്കുന്നത്, അല്ലെ? ജ്യൂസ്, സൂപ്പോ ജ്യൂസോ അങ്ങനെ പോലുള്ള ലിക്വിഡ് ഫുഡുകൾ, ലിക്വിഡ് ഫുഡ് സൂപ്പായിട്ടോ ജ്യൂസായിട്ടോ അങ്ങനെയുള്ള ഇതൊക്കെ ആയിരിക്കണം അവർക്ക് ഇത് അങ്ങനെയുള്ള അങ്ങനെ ഇത്ര വയ്യാതെ കിടക്കുന്ന ആളുകളോ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ആ ഫുഡ് ആയിരിക്കും, അങ്ങനെയുള്ള ഡയറ്റ് ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. ക്ലിയർ ആയി? 7 ടൈപ്പ് ഏതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണത് ഏതെന്നോ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്നോ 7 നമുക്ക് പഠിക്കാനുള്ളത്. അതിന്റെ പേരുകൾ നോട്ട് ചെയ്യുക. ഏതിനെ സംബന്ധിക്കുന്ന രീതിയിലുള്ളതാണെന്ന് നോക്കി വെക്കുക. കാർഡിയോ ഡയറ്റ് ഹാർട്ടിനെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഭക്ഷണക്രമം. റീനൽ എന്ന് പറഞ്ഞാൽ അത് കിഡ്നി ഡയറ്റ്, കിഡ്നിനെ സംരക്ഷിക്കുന്ന രീതിയിലുള്ളത്. ലോ സോഡിയം ഡയറ്റ് എന്ന് പറഞ്ഞാൽ BP ഒക്കെ കൂടുതലുള്ള ആളുകൾക്ക് സോഡിയത്തിന്റെ അളവ് കുറയ്ക്കുന്ന രീതിയിലുള്ള ഭക്ഷണക്രമം. സോഫ്റ്റ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഡൈജസ്റ്റീവ് ട്രാക്ട് പ്രശ്നങ്ങളുള്ളവർക്ക്, അല്ലെ? അല്ലെങ്കിൽ ദഹനത്തിന് ഗ്യാസ്ട്രിക് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കുള്ളവർക്കൊക്കെ പെട്ടെന്ന് ദഹിക്കുന്ന രീതിയിലുള്ള ഭക്ഷണക്രമം. ഡയബറ്റിക് ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഡയബറ്റിക് പേഷ്യൻസിന് അവർക്ക് കൊടുക്കുന്നത്. ഹൈ പ്രോട്ടീൻ ഡയറ്റ് എന്ന് പറഞ്ഞാൽ പ്രോട്ടീന്റെ അളവ് കുറവുള്ള പേഷ്യൻസിന് കൊടുക്കുന്നത്. ലിക്വിഡ് ഫുഡ് എന്ന് പറഞ്ഞാൽ ഉള്ളി കൺസ്യൂം സോളിഡ് ലിക്വിഡ് ഫുഡ്. ലിക്വിഡ് മാത്രമേ അവർക്ക് കഴിക്കാൻ പറ്റുള്ളൂ, അല്ലെ? അതായത് സൂപ്പ്, ജ്യൂസ് അങ്ങനെയുള്ളത്. ക്ലിയർ അല്ലേ? ഏഴെണ്ണോ? ഓക്കെ. യെസ്. ഇനി അടുത്തതാണ് ലൊക്കേഷൻ ആൻഡ് ഡിസൈൻ. ഇനി എവിടെ ആയിരിക്കണം ഈ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ്? ലൊക്കേഷൻ എവിടെയായിരിക്കണം, അല്ലെങ്കിൽ അതിന്റെ ഡിസൈൻ രൂപകൽപ്പന എങ്ങനെയായിരിക്കണം, ഘടന എങ്ങനെയായിരിക്കണം? ഓക്കെ. ഇറ്റ് ഈസ് ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോർ. അണ്ടർലൈൻ ചെയ്തിട്ടോട്ടാ. ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് വെക്കാൻ ഏറ്റവും അഭികാമ്യം എന്ന് പറയുന്നത് എവിടെയാണ്? ഗ്രൗണ്ട് ഫ്ലോറിലാണ്. ദാറ്റ് ഈസ് ഇൻ ദ ഡിപ്പാർട്ട്മെന്റ് ഈസ് പ്രിഫറബിളി ലൊക്കേറ്റഡ്. പ്രിഫറബിളി എന്ന് പറഞ്ഞത് ഏറ്റവും അനുയോജ്യം, പ്രിഫറബിളി ലൊക്കേറ്റഡ്, ഏറ്റവും അനുയോജ്യം. ഈ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് വെക്കാൻ ഏറ്റവും അനുയോജ്യം എവിടെ ആയിരിക്കണം? ഗ്രൗണ്ട് ഫ്ലോർ ആണ്. എന്താ അങ്ങനെ പറയാ? ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവരാനും പിന്നെ അതുപോലെ തന്നെ ആളുകൾക്ക് ഹോസ്പിറ്റലിൽ വരുന്ന ആളുകൾക്ക് വേണ്ടി ഫുഡ് കഴിക്കണമെങ്കിൽ ഒക്കെ എളുപ്പം ഗ്രൗണ്ട് ഫ്ലോറിലല്ലേ? ഏറ്റവും ടോപ്പിൽ കൊണ്ടെന്ന് വെച്ചാൽ ബുദ്ധിമുട്ടല്ലേ, അല്ലെ? സാധനങ്ങളൊക്കെ കൊണ്ടുവരാനും ഇങ്ങോട്ടേക്കുള്ള സാധനങ്ങളും മെഷീൻസ് ഇതൊക്കെ കൊണ്ടുവരാനും ഒക്കെ ബുദ്ധിമുട്ടല്ലേ ടോപ്പ് ഫ്ലോറിലാണെങ്കിൽ, അല്ലെ? അപ്പൊ അതുകൊണ്ട് ഏറ്റവും അഭികാമ്യം എവിടെയാ? ഗ്രൗണ്ട് ഫ്ലോർ. അണ്ടർലൈൻ ചെയ്തോട്ടോ അത്. It is on the ground floor that this department is preferably located. The design and the physical facilities of the department have an importance on the standard of food service, labor cost not just salary of workers, and morale of employees. മനോവീര്യം, എന്ന് പറഞ്ഞാൽ മനോവീര്യം, എംപ്ലോയീസിന്റെ മനോവീര്യം എന്നിവയിൽ പ്രധാനമാക്കിയിരിക്കുന്നു. നോക്കിയേ, ദ ഡിസൈൻ, അതിന്റെ ഡിസൈൻ, ഘടന, ആൻഡ് ഫിസിക്കൽ ഫെസിലിറ്റി, ഭൗതിക സൗകര്യങ്ങളൊക്കെ ഇല്ലേ, അത് എന്തിന് ഇതുണ്ട്? ഇമ്പോർട്ടൻസ് ഓഫ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ഫുഡ് സർവീസിന്റെ സ്റ്റാൻഡേർഡില് ആ എംപ്ലോയീസിന് കൊടുക്കുന്ന അവർക്കുള്ള സാലറി, അതില് പിന്നെ എംപ്ലോയീസിന്റെ മനോവീര്യം എന്നിവയിൽ പ്രാധാന്യം അർഹിക്കുന്നു. നമുക്കറിയാം, ഒരു ചെറിയൊരു കടയിൽ പോയി ഭക്ഷണം കഴിക്കുന്നതും വലിയൊരു 5 സ്റ്റാർ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുന്നതിന് ഡിഫറൻസ് ഉണ്ടോ? ഡിഫറൻസ് ഇല്ലേ? നമ്മൾ പറയാം വലിയ സ്റ്റാൻഡേർഡ് ഇതാണെങ്കിൽ അല്ലെങ്കിൽ വലിയൊരു ഇതാണെങ്കിൽ നമുക്ക് എന്താ പറയാ, നല്ല സ്റ്റാൻഡേർഡ് ആയിരിക്കും, അല്ലെ? സ്റ്റാൻഡേർഡ് ആയിരിക്കും അവര്. സാധാരണ ഒരു പെട്ടിക്കടയിൽ നിന്ന് കഴിക്കുന്നതിനും വലിയ 5 സ്റ്റാർ ഹോട്ടലിൽ പോയി കഴിക്കുന്നതിന് വ്യത്യാസമുണ്ട്. ഇവിടെ
നമ്മുടെ ഈ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ്, ഹോസ്പിറ്റലിലെ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ഡിസൈനും ഫിസിക്കൽ ഫെസിലിറ്റിയും, അതായത് ആ ഇമ്പോർട്ടന്റ് ആ ഫുഡ് സർവീസിന്റെ സ്റ്റാൻഡേർഡിൽ പ്രധാനം വഹിക്കുന്നു അല്ലെ. അതായത് ചെറുതാണെങ്കിൽ അത്ര ഇതേ ഉള്ളൂ, എന്നാൽ കുറച്ചും കൂടി വലിയതൊക്കെ ആയിട്ട് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണെങ്കിൽ നമുക്ക് തരുന്ന ഫുഡിന്റെ സ്റ്റാൻഡേർഡ് അതിൽ ഇമ്പോർട്ടന്റ് ഇല്ലേ. അതിന് അവര് പ്രൊവൈഡ് ചെയ്യുന്ന ഫുഡ് സർവീസ് അതിന്റെ സ്റ്റാൻഡേർഡിന് പ്രാധാന്യം ഉണ്ടെന്ന്, ആ രീതിയിലായിരിക്കണം അതിന്റെ ഡിസൈനും ഫിസിക്കൽ ഫെസിലിറ്റീസും. നമ്മൾ വെറുതെ എന്തെങ്കിലും ഫുഡ് കാണിച്ചു കൊടുത്താൽ പോരാ അല്ലേ. അവിടെ പേഷ്യൻസിന് കൊടുക്കുന്ന ഫുഡാണ്, വളരെ കെയർഫുൾ ആയിട്ട് നല്ല രീതിയിൽ തന്നെ ഫുഡ് പ്രിപ്പയർ ചെയ്യണം. അപ്പൊ അതാ പറഞ്ഞേക്കുന്ന ആ ഡിസൈന് ഫിസിക്കൽ ഫെസിലിറ്റി ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് എന്തിന് പ്രാധാന്യം അർഹിക്കുന്നു, എന്തിനാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? സ്റ്റാൻഡേർഡ് ഓഫ് ഫുഡ് സർവീസ്, പിന്നെ അതുപോലെ തന്നെ എംപ്ലോയീസിന്റെ എന്താണ് സാലറി, അതുപോലെ തന്നെ എംപ്ലോയീസിന്റെ മനോവീര്യം എന്നിവയിൽ പ്രാധാന്യം അർഹിക്കുന്നു. അടുത്തതാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. നോക്കിയേ, ഈ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ സ്റ്റാഫിംഗ് അത് നമുക്ക് ഓർഗാനോഗ്രാം ആണ് കേട്ടോ, അത് ചോദിക്കാം. വിച്ച് ഓഫ് ദ ഓർഗാനോഗ്രാം ഈസ് കറക്റ്റ് റിലേറ്റഡ് ടു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ്, ഡയറ്ററി സർവീസ്, അതിനെ സംബന്ധിച്ച് കറക്റ്റ് ഓർഗാനോഗ്രാം ഏതാണ്, അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾ അത് ഓർഡർ നോക്കി വെക്കുക. ഏറ്റവും ടോപ്പിൽ വരുന്നത് മെഡിക്കൽ സൂപ്രണ്ടന്റ് ആണ്, മെഡിക്കൽ സൂപ്രണ്ടന്റ്. അതിന്റെ തൊട്ട് താഴെയാണ് ചീഫ് ഡയറ്റീഷ്യൻ, ചീഫ് ഡയറ്റീഷ്യൻ. ഇനി ചീഫ് ഡയറ്റീഷ്യന്റെ താഴെ ആരുണ്ട്? ഡയറ്റീഷ്യൻ ഉണ്ട്, ഡയറ്റീഷ്യൻ. അതിന്റെ താഴെ സൂപ്പർവൈസർ ഉണ്ട്. ഇനി സൂപ്പർവൈസറിനെ 2 ബ്രാഞ്ച് ആയിട്ട് അവിടെ കൊടുത്തേക്കുന്നത്. ഒരു സെക്ഷനിൽ കുക്കുകളുണ്ട്, ഭക്ഷണം പാചകം ചെയ്യുന്നവരാണ് കുക്കുകൾ അല്ലെ. കുക്കിന്റെ കീഴിൽ അസിസ്റ്റന്റ് കുക്കുകളും ഉണ്ട്. ഇവിടെ നോക്കിയേ ആരുണ്ട്? ബെയറേഴ്സ്. ബെയറേഴ്സ് എന്ന് പറഞ്ഞാൽ ബെയർമാരാരാ? ഡെലിവറി ചെയ്യുന്നവര് അല്ലെ, ഫുഡ് ഡെലിവറി ചെയ്യുന്നവരാണ് ബെയറേഴ്സ് എന്ന് പറയുന്നത്. അടുത്തത് അതിന്റെ താഴെ ക്ലീനേഴ്സും ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഓർഡർ കറക്റ്റ് പഠിച്ചു വെക്കാം. അതില് എന്താണ് കറക്റ്റ് ചെയ്ത് എന്ന് ചോദിക്കാം. അപ്പൊ ഈ ഓർഡർ ആദ്യം വേണമെങ്കിൽ ഡയറ്റീഷ്യൻ ഇട്ട് തരാം. നിങ്ങൾ ആ ഓർഡർ കറക്റ്റ് ആയിട്ട് പഠിക്കുക കേട്ടോ. പിന്നെ നമുക്ക് ആരെങ്കിലും ഹൂ കംസ് അണ്ടർ ഡയറ്റീഷ്യൻ അങ്ങനെയൊക്കെ ചോദിക്കാം. ഡയറ്റീഷ്യന്റെ കീഴിൽ വരുന്നവരായിരിക്കും. അപ്പൊ വേണമെങ്കിൽ നമുക്ക് തെറ്റിക്കാൻ വേണ്ടി ചീഫ് ഡയറ്റീഷ്യൻ എന്നൊരു ഓപ്ഷൻ വേണമെങ്കിൽ കൊടുക്കാം. പിന്നെ വേണമെങ്കിൽ സൂപ്പർവൈസർ, കുക്ക് എന്നും കൊടുക്കാം അല്ലേ. അപ്പൊ നിങ്ങൾ ആ രീതിക്ക് അത് പഠിച്ചു വെക്കാം. മെഡിക്കൽ സൂപ്രണ്ടന്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം നേരിട്ട് അതിൽ ഇൻവോൾവ് ചെയ്യുന്നില്ല, ഡയറ്ററി പ്ലാനിങ്ങിലൊന്നും നേരിട്ട് ഇൻവോൾവ് ചെയ്യുന്നില്ല. അദ്ദേഹം എന്താ ചെയ്യുന്നത്? റെസ്പോൺസിബിൾ ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർസൈറ്റ് ആൻഡ് ക്വാളിറ്റി അഷുറൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ ഓഫ് എൻറ്റയർ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ്. ആ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ മൊത്തം അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള മേൽനോട്ടം വഹിക്കുന്ന ആളാണ് മെഡിക്കൽ സൂപ്രണ്ടന്റ് എന്ന് പറയുന്നത്. ഏറ്റവും മെഡിക്കൽ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ഏറ്റവും ടോപ്പ് പൊസിഷനിൽ കൊടുത്ത മെഡിക്കൽ സൂപ്രണ്ടന്റ് ആണ്. അദ്ദേഹം എന്താ ചെയ്ത? അഡ്മിനിസ്ട്രേറ്റീവ് ഓവർസൈറ്റ് ആൻഡ് ക്വാളിറ്റി അഷുറൻസ് ഓഫ് ദ ഹോസ്പിറ്റൽസ് എൻറ്റയർ ഡയറ്ററി സർവീസ്. ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് മൊത്തത്തിലുള്ള ആ ഒരു ഓവർസൈറ്റ് ചെയ്യുന്ന ആളാണ് മെഡിക്കൽ സൂപ്രണ്ട്. അതിന്റെ കീഴിലാണ് ചീഫ് ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത്. ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന് ലീഡ് ചെയ്യുന്ന ആൾ, ആ ഡിപ്പാർട്ട്മെന്റ് നയിക്കുന്ന ആള്, ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ലീഡ് ആൻഡ് മാനേജ് ദ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ്, അതാണ് ചീഫ് ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത്. ചീഫ് ഡയറ്റീഷ്യൻ. അതിന്റെ താഴെയാണ് ഡയറ്റീഷ്യൻ വരുന്നത്. അതിന്റെ താഴെ സൂപ്പർവൈസർമാരുണ്ട്. ഇതിന്റെ എന്താണെന്നൊന്നും ചോദിക്കൂല കേട്ടോ, അതിനെ നോക്കി വെക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ഹെഡ് ചോദിക്കാം, ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ചോദിച്ചാൽ നമുക്ക് ചീഫ് ഡയറ്റീഷ്യനെ എഴുതാൻ പറ്റും. ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ മൊത്തത്തിലുള്ള ഒരു എന്താ പറയാ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്ന ആളാണ് മെഡിക്കൽ സൂപ്രണ്ടന്റ് എന്ന് പറയുന്നത്. ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, ക്വാളിറ്റി അഷുറൻസ് കാര്യങ്ങൾ, ഇതൊക്കെ നോക്കുന്ന ആളാണ് മെഡിക്കൽ സൂപ്രണ്ട്. ആ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ലീഡ് ചെയ്യുന്നത്, മാനേജ് ചെയ്യുന്നത് ഏതാണ്? ചീഫ് ഡയറ്റീഷ്യൻ ആണ്. ചീഫ് ആൻഡ് മാനേജ് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ്. ലീഡ് ചെയ്യുന്നത്, മാനേജ് ചെയ്യുന്ന ആള്. അതോടെ ഹെഡ് നമുക്ക് ചീഫ് ഡയറ്റീഷ്യനെ പറയാൻ പറ്റുള്ളൂ. ലീഡ്സ് ആൻഡ് മാനേജ് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ്. അത് വേണമെങ്കിൽ ഒന്ന് എഴുതി വെച്ചോ. ചീഫ് ഡയറ്റീഷ്യൻ ആണ് ലീഡ് ചെയ്യുന്നത്.
നേതൃത്വം നൽകുന്നത് മാനേജ് കൈകാര്യം ചെയ്യുന്നത് ലീഡ്സ് ആൻഡ് മാനേജ് എ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ്. അദ്ദേഹത്തെ ഹെഡ് ഓഫ് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ് എന്നും പറയും. ചീഫ് ഡയറ്റീഷ്യൻ, അതർവൈസ് നോൺ ആസ് ഹെഡ് ഓഫ് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ്. ഹെഡാണ്, ഹെഡ് ഓഫ് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ് എന്നും പറയും. വെറുതെ പറഞ്ഞതേ ഉള്ളൂ, ഇത് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഓർഗാനോഗ്രാം കറക്റ്റ് ഓർഡർ നോക്കുക, അതിൽ ഏതെങ്കിലും കീഴിൽ വരുന്നത് ഏതാണെന്ന് ചോദിച്ചാലും പഠിക്കുക കേട്ടോ. ഇനി അടുത്തത് റോൾ ഓഫ് ഡയറ്റീഷ്യൻ. ഡയറ്റീഷ്യന്റെ റോൾ എന്തൊക്കെയാണ്? ഒരു ഡയറ്റീഷ്യന്റെ റോൾ അദ്ദേഹം ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കിയേ. ഇൻ പേഷ്യന്റ് കാറ്ററിംഗ്, അടുത്തത് ഡയറ്റ് കൗൺസിലിംഗ്, അടുത്തത് കൊമേഴ്ഷ്യൽ കാറ്ററിംഗ്, എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് റിസർച്ച്. അപ്പൊ റോൾ ഓഫ് ഡയറ്റീഷ്യന്റെ വരുന്നത് ഏതെന്ന് ചോദിക്കാം. ഏതൊക്കെയാ വരുന്നത്? ഡയറ്റീഷ്യന്റെ റോൾസിൽ വരുന്ന ഏതൊക്കെയാ? ഇൻ പേഷ്യന്റ് കാറ്ററിംഗ്, ഡയറ്റ് കൗൺസിലിംഗ്, കൊമേഴ്ഷ്യൽ കാറ്ററിംഗ്, എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് റിസർച്ച്. 4 പോയിന്റ് കിട്ടിയോ? റോൾസിൽ ഇൻക്ലൂഡ് ചെയ്യണ ഏതെന്നോ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്നോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആ 4 പോയിന്റ്സ് മനസ്സിലാക്കി വെക്കാം. ഇനി അതിലാണ് ഫസ്റ്റ് വരുന്നത് ഇൻ പേഷ്യന്റ് കാറ്ററിംഗ്. ഇൻ പേഷ്യന്റ് കാറ്ററിംഗ് എന്ന് പറഞ്ഞാൽ ഇൻ പേഷ്യന്റ് തന്നെ അറിയാലോ. എവിടെയാ? ഹോസ്പിറ്റലില് അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസ് ഇല്ലേ, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിന് ഫുഡൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന അതാണ് ഇൻ പേഷ്യന്റ് കാറ്ററിംഗ് എന്ന് പറയുന്നത്. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടോ, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്തൊക്കെ? ഇറ്റ് ഡീൽസ് വിത്ത് ദ പ്രൊവിഷൻ ഓഫ് മീൽസ് ടു ദ പേഷ്യന്റ് who are admitted. Underline ചെയ്തിട്ട് ആ സെന്റൻസ്. who are admitted in the hospital. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസ് അവർക്ക് ഈ മീൽസ് പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ അതാണ് ഏത് ഇൻ പേഷ്യന്റ് കാറ്ററിംഗിൽ വരുന്നത്. Okay, dash deal with the provision of meals to the patient who are admitted. അങ്ങനെ നിങ്ങൾ നോക്കുക, അഡ്മിറ്റഡ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിൽ ഇത് വേറെ രീതിയിലായിരുന്നു. നിങ്ങൾക്ക് 2-3 ഇത് ബാച്ചിന് മുന്നുള്ള ഒരു ക്വസ്റ്റ്യനിൽ ഇത് തന്നെ ചോദിച്ചത് വേറെ രീതിയിലാണ് ചോദിച്ചത്. അപ്പൊ അവർക്ക് കൺഫ്യൂഷൻ വന്നു. പക്ഷെ ഓപ്ഷൻ നോക്കിയാൽ മതി നിങ്ങൾ അവിടെ. Which department is responsible for providing quality and quantity of food supply in hospital? കണ്ടോ, ഹോസ്പിറ്റലിന്റെ ഉള്ളില് അങ്ങനെ ഉണ്ടായിരുന്നു ആ സെന്റൻസില്. Which department is responsible for quality and quantity of food supplied in hospital? കണ്ടോ, ഹോസ്പിറ്റലിന്റെ ഉള്ളില് അല്ലെങ്കിൽ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിന് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്ന അതാണ് ഇൻ പേഷ്യന്റ് കാറ്ററിംഗ്. ക്ലിയർ ആയോ സെന്റൻസ്? ഓപ്ഷൻ നോക്കാം. Deals the provision of meals to the medical level. ശ്രദ്ധിച്ചു നോക്കുക സെന്റൻസ്. അതുപോലെ തന്നെ അണ്ടർലൈൻ ചെയ്തിടുക. provision of meals to the patient who are admitted. and അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസ് in the hospital. It should be a balanced diet. ഇനി ആ ഡയറ്റ് എങ്ങനെയായിരിക്കണം? ആ ഭക്ഷണക്രമം എങ്ങനെയായിരിക്കണം? ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കണം, ഒരു സമീകൃത ആഹാരമായിരിക്കണം. പ്രൊവൈഡ് എന്ത് വേണം? സഫിഷ്യന്റ് കലോറീസ്. അല്ലെ, അവർക്ക് ആ പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള കലോറി മൂല്യം നമ്മൾ നോക്കണം. കൺസിഡറിംഗ് ദ ടൈപ്പ് ഓഫ് അണ്ടർലൈങ് ദ ഇൽനെസ്. കണ്ടോ, ഏത് തരത്തിലുള്ള രോഗമാണ് അത് കൺസിഡർ ചെയ്യണം. അല്ലെ, അണ്ടർലൈങ് ഇൽനെസ് രോഗത്തിന്റെ തരം, അവർക്ക് എന്ത് രോഗമാണെന്ന് കൺസിഡർ ചെയ്യണം. എക്സ്ട്രാ ന്യൂട്രീഷണൽ നീഡ്സ്. ഉണ്ടോ, അവർക്ക് ഇനി എക്സ്ട്രാ എന്തെങ്കിലും ന്യൂട്രീഷണൽ ആവശ്യകതകൾ ഉണ്ടോ, എന്തെങ്കിലും എക്സ്ട്രാ ന്യൂട്രീഷൻസ് അവരുടെ ഫുഡിൽ വേണോ? ആൻഡ് ദ നോർമൽ ഫുഡ് ഹാബിറ്റ്സ് ഓഫ് ദ പേഷ്യന്റ് ഇൻ ദ സ്റ്റേറ്റ്. അവരുടെ നോർമൽ ഫുഡ് ഹാബിറ്റ്സ് ഇല്ലേ, അതിൽ ഇനി എന്തെങ്കിലും എക്സ്ട്രാ ന്യൂട്രീഷണൽ വേണോ? അവരുടെ രോഗത്തിന്റെ തരം അനുസരിച്ച് സഫിഷ്യന്റ് കലോറിയില് ഫുഡ്, ഒരു ബാലൻസ്ഡ് ഡയറ്റ് പ്രൊവൈഡ് ചെയ്യുക. അതാണ് ഇൻ പേഷ്യന്റ് കാറ്ററിംഗ് എന്ന് പറയുന്നത്. ഉണ്ടോ,
ഇൻപേഷ്യന്റ് കാറ്ററിംഗ് എന്താ? ഇറ്റ് ഷുഡ് ബി എ ബാലൻസ്ഡ് ഡയറ്റ്. ഒരു സമീകൃത ആഹാരമാണ്. എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു? സഫിഷ്യന്റ് കലോറിയില്. എങ്ങനെ? അവരുടെ രോഗത്തിന്റെ തരം ഏതാണ് അതിനെ കൺസിഡർ ചെയ്തുകൊണ്ട്, ഇനി അവരുടെ നോർമൽ ഫുഡ് ഹാബിറ്റ്, അതുപോലെ എക്സ്ട്രാ ന്യൂട്രീഷണൽ നീഡ്സ്, ഇതിനെയൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് സഫിഷ്യന്റ് കലോറിയില് ഒരു ബാലൻസ്ഡ് ഡയറ്റ് പ്രൊവൈഡ് ചെയ്യുക. അതാണ് ഇൻപേഷ്യന്റ് കാറ്ററിംഗ്. ക്ലിയർ ആയോ? ഇൻപേഷ്യന്റ് കാറ്ററിംഗ് ഓക്കെ ആണോ? ഫസ്റ്റ് സെന്റൻസ് അതുപോലെ തന്നെ അണ്ടർലൈൻ ചെയ്തിടുക. അഡ്മിറ്റഡ്, കണ്ടോ? ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിന്, അതാണ് ഇൻപേഷ്യന്റ്. പേരിൽ നിന്ന് തന്നെ അറിയാം അല്ലെ, ഇൻപേഷ്യന്റ് ആണ്. ഇൻപേഷ്യന്റിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ളവരാണ് ഇൻപേഷ്യന്റ് എന്ന് പറയുന്നത് അല്ലെ. ഇൻപേഷ്യന്റ് കാറ്ററിംഗ്. ഓക്കെ, അത്രയും കാര്യങ്ങള് ഇൻപേഷ്യന്റ് കാറ്ററിംഗ് വരെ ഒന്ന് നോക്കി വെക്കുക കേട്ടോ. അടുത്ത ക്ലാസ്സിലേക്ക് നോക്കി വെക്കുക. അതൊക്കെ ഒന്നും പഠിച്ചിട്ടില്ല, കുറച്ചാണ്. ഇൻട്രൊഡക്ഷനിൽ ഡയറ്ററി സർവീസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞത് അല്ലേ. ഡയറ്ററി സർവീസ് എന്താ? ഒരു സ്പെഷ്യലൈസ്ഡ് മീൽ പ്ലാനിങ് ആൻഡ് ഫുഡാണ്. ആർക്കുള്ളത്? ഫോർ പീപ്പിൾ. എന്തിനെ ബേസ് ചെയ്തിട്ടാ? അവരുടെ ഹെൽത്ത് നീഡ്സ്. വെറുതെ ഫുഡ് കൊടുക്കല്ല, അവരുടെ ഹെൽത്ത് നീഡ് നോക്കിയിട്ട് ഫുഡൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതാണ് ഹോസ്പിറ്റൽ ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ് പറയുന്നത്? ബാലൻസ്ഡ് ഡയറ്റ് എന്താണ്, പിന്നെ അതിന്റെ ഒബ്ജക്റ്റീവ്സ് പോയിന്റ്സുകൾ നോട്ട് ചെയ്യുക. പിന്നെ ഡയറ്റീഷ്യൻ ഓരോ കുഞ്ഞു കുഞ്ഞു സെന്റൻസും ഡാഷിട്ട് ചോദിക്കാം. എല്ലാത്തിന്റെ ആൻസർ ഡയറ്റീഷ്യൻ ഉണ്ടോ. ഇനി എന്താണ് ഡയറ്ററി മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടന്റ് എന്താണ് അത് നോക്കുക. പിന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡയറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ലൊക്കേഷൻ നോക്കാം. ലൊക്കേഷൻ എവിടെയായിരിക്കണം? ഗ്രൗണ്ട് ഫ്ലോർ. പിന്നെ സ്റ്റാഫിങ്, ആ ഓർഗാനോഗ്രാം പറഞ്ഞു. അതില് നമ്മൾ ഓർഡർ തെറ്റിച്ചു തരുന്ന അങ്ങനെ കറക്റ്റ് ഓർഗാനോഗ്രാം ഏതാന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഹൂ കംസ് അണ്ടർ എന്നുള്ള രീതിയിലും ചോദിക്കാം. ഓരോന്നിന്റെ കീഴിൽ വരുന്നത്. ഈ റോൾ ഓഫ് ഡയറ്റീഷ്യന്റെ 4 റോളാണ് നമ്മൾ പറഞ്ഞത്. അതിൽ ഫസ്റ്റത്തെയാണ് ഇൻപേഷ്യന്റ് കാറ്ററിംഗ്. എന്താണ്? ഹോസ്പിറ്റലില് അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിന് ഫുഡ് പ്രൊവൈഡ് ചെയ്യുക. അതാണ് ഇൻപേഷ്യന്റ് കാറ്ററിംഗ് എന്ന് പറയുന്നത്. അവിടെ നമ്മുടെ ഫുഡ് രോഗം ഏത് തരം രോഗമാണ് അതിനെയൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ചെറിയൊരു സിമ്പിൾ ചാപ്റ്റർ, 2-3 പേജൊക്കെ ഉള്ളൂ. കുഞ്ഞു ചാപ്റ്റർ ആണ്, സിമ്പിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം കേട്ടോ ബാക്കി. ഓക്കെ, ബൈ. താങ്ക് യു.